Assalamualaikum warahmatullahi wabarakatuh. Assalatu wassalamu ala rasulil amin wa ala alihi wa ashabihi ajma'in amma ba'd. Rabbi shrih li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Ya ayyuhalladzina amanu ittaqullah haitsuma kuntum. Islam. Ya ayyuhalladzina amanu ittaqullah haitsuma kuntum. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ബഹുമാനം നിറഞ്ഞ കാർന്നന്മാരെ, യുവ സഹോദരങ്ങളെ, സൽസബിയിലെ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസരങ്ങളിൽ നടത്തി വരാറുള്ള, എല്ലാ മാസം തോറും നടത്തി വരാറുള്ള അയൽക്കൂട്ട ക്ലാസ്സുകളിലാണ് നാം ഓരോരുത്തരുമായുള്ളത്. അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് കാലാവസ്ഥ അനുകൂലമായി നമുക്കൂടെ നടത്താൻ സാധിച്ചു. അതുമാത്രമല്ല, നമ്മളുടെ ഒരു പ്രോഗ്രാം ഉദ്ദേശിച്ചത് ഈ ഒരു വേദിയിലായിരുന്നില്ല. നേരെ മറിച്ച് അപ്പുറത്തൊരു സഹോദരൻ്റെ വീട്ടിലായിരുന്നു. അവർക്ക് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ നടത്താൻ. പക്ഷേ ഔപചാരികമായി പ്രതീക്ഷിക്കാത്തൊരു മരണം ആ കുടുംബത്തിൽ വരികയും ആ ക്ലാസ് അവിടുന്ന് മാറ്റി ഇവിടെ വെക്കേണ്ടി വന്നു ചെയ്തു. അൽഹംദുലില്ലാ, അതിൻ്റെ പ്രതിഫലം അവർക്കും കിട്ടുന്നതാണ്. കാരണം അവർ വളരെ ആഗ്രഹിച്ച നെയ്യത്ത് അവിടെ നടത്താനുള്ള നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിഫലം അവർക്ക് കിട്ടുകയും സ്ഥലം മാറ്റി നമ്മൾ ഈ വീട്ടിൽ വെച്ചതിൻ്റെ പ്രതിഫലം ഈ വീട്ടുകാർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു കൊച്ചു പ്രോഗ്രാം തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ വിഷയം കൂടെ കൊടുത്തിട്ടുള്ളത് മാതാപിതാക്കള്, മക്കള്, ബന്ധങ്ങൾ അകന്നു പോകുന്ന ഒരവസ്ഥയിൽ മൊബൈലിൽ മാത്രം കഴിച്ചുകൂട്ടി ജീവിതം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. എന്തെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ക്ലാസ് വെച്ചാൽ പോലും രക്ഷിതാക്കൾക്ക് ധൈര്യപ്പെട്ട് പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നുള്ളത്. കാരണം ഇന്നത്തെ യുവാക്കളും യുവതികളും മൊബൈലിൽ അഡിക്റ്റായി ഒരു സ്കോളറിനെ തട്ടിമാറ്റി സമയങ്ങൾ കഴിക്കുമ്പോൾ അവരെ ഒറ്റക്കാക്കി ഒരു പ്രോഗ്രാമിലേക്ക് പോരാൻ മാതാപിതാക്കൾക്ക് ധൈര്യമില്ലാത്തൊരവസ്ഥയാണെന്നുള്ളത്. കാരണം ഏത് നിമിഷവും വഴികഴിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ യുവതലമുറ കടന്നു പോകുന്നത്. പറയാതിരിക്കാൻ വയ്യ. നമ്മളുടെ ക്യാമ്പസുകളിൽ പുതുതായി വരുന്ന നിയമങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ഏറെക്കുറെ പറയാനുള്ള വിഷയത്തിൽ അവതരണത്തിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. ചുരുക്കി പറഞ്ഞാൽ, ഇന്നത്തെ അവസ്ഥയിൽ കല്യാണം കഴിക്കുന്നത്, കല്യാണം ഇന്ന് വേണ്ട, കല്യാണം ഇപ്പോൾ വേണ്ട എന്ന് പറയുന്ന ചെറുപ്പക്കാരികളും, അതല്ല ആണും വേണോ കല്യാണം, അതല്ല പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കണോ, അങ്ങനത്തെയൊക്കെയുള്ള ഒരു നിയമസംഹിതയിൽ, അതുപോലെ തന്നെ ക്യാമ്പസിലെ ബാത്റൂം ആണിനും പെണ്ണിനും ഒരൊറ്റ ബാത്റൂം, അങ്ങനത്തെ അവസ്ഥയിലൊക്കെയാണ് നമ്മളുടെ ഈ യുവതലമുറയിലെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ ഒരു ഘടകമെന്ന് പറയട്ടെ, ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാം, സ്നേഹം നൽകി പോറ്റി വളർത്തിയ മാതാവിനെ അറുകൊല ചെയ്യുന്ന യുവാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജന്മം നൽകിയ, ഈ അടുത്ത് നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ്, ജന്മം നൽകിയ വാപ്പാനെ തല്ലുകയും ഡാഷിൻ്റെ മോനെ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിയമസംഹിതയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മതരംഗത്ത് ഇനി വരുന്ന ഒരു തലമുറയെങ്കിലും മദ്രസ നല്ല രീതിയിൽ കൊടുത്ത്, നമ്മൾക്കറിയാം, നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ മദ്രസയിലേക്ക് കുട്ടികൾ വിടുന്നത് ഏറ്റവും കൂടിയാൽ 24 മണിക്കൂർ ഒരു ദിവസമുണ്ടെങ്കിൽ അതിലൊരു മണിക്കൂറാണ് നമ്മുടെ മക്കൾക്ക് മദ്രസ കിട്ടുന്നത്.
ബാക്കി സമയം കളിക്കാൻ 8 മണിക്കൂർ സ്കൂൾ വിദ്യാഭ്യാസവുമായി നമ്മളുടെ കുട്ടികൾക്ക് മദ്രസ ദീനി പഠനം കിട്ടുന്നില്ല. രാവിലെ 6:30 വരുന്ന ബസ്സിൽ സുബൈക്ക് മുൻപ് തന്നെ മാതാപിതാക്കൾ എണീറ്റ് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കി നമ്മൾ അവരെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി 6:30 തന്നെ സ്കൂൾ വണ്ടിയിൽ കയറ്റി അയക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഭാവി തലമുറയിൽ നമ്മുടെ മക്കളിൽ നിന്ന് കിട്ടാൻ പോകുന്ന എന്തൊരവസ്ഥയാണ് നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് എന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് ഹോസ്പിറ്റലുകളും പിന്നൊന്ന് മാതാപിതാക്കളെ നോക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മറ്റുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവന്നാക്കുന്ന ഒരവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ദീനീബോധം കൊടുക്കുകയും വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളിലും പഠിപ്പിച്ച് ദീനീബോധം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു യുവതലമുറയെ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. എവിടെയായിരുന്നാലും, ഏത് മൂലയിലായിരുന്നാലും, ഒറ്റക്കായിരുന്നാലും, ഏത് പാതിരാത്രിയിലായിരുന്നാലും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്നൊരവസ്ഥ ഏത് ഉരുൾക്കാട്ടിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ആ ഒരു ഭയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചുരുക്കുകയാണ്, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളുടെ മതവിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുക്കണം. അവർക്ക് നല്ല രീതിയിൽ ഖുർആൻ ഹദീസ് അർത്ഥം പഠിപ്പിച്ച് അവരുടെ ഹൃദയങ്ങളിലേക്ക് മാറ്റിവെച്ച് നല്ല ദീനീബോധം ഉണ്ടാക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അയൽവാസികളെ സ്നേഹിക്കുന്ന, ഈ സമൂഹത്തിൽ മറ്റെല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു പുതുതലമുറയെ തെരഞ്ഞെടുത്ത് മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും കള്ളിന്റെയും അടിമയിൽ നിന്ന് മക്കളെ മോചിപ്പിച്ച് നല്ലൊരു തലമുറ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സഹോദരന്മാരെയും വിസ്ഡം യൂത്ത് ഓർഗനൈസേഷന്റെ സ്വാഗതം. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ നിങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അബ്ദുൽ സലാഹിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدئ الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ച റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണം എന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു വൈകുന്നേര സമയത്ത് നമുക്കൊക്കെ പ്രത്യേകിച്ച് ഒരു അവധി ദിവസം എന്ന് പലപ്പോഴും എല്ലാവരും കരുതുന്ന ഒരു ഞായറാഴ്ച ദിവസം പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു സമയം നാം ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആശങ്കയായും പ്രതീക്ഷയായും നമ്മുടെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ചാണ് കുറഞ്ഞ നേരം ആ പുതുതലമുറയുടെ ഭാവി എങ്ങനെ സുന്ദരമാക്കാം, എങ്ങനെയാണ് അവരെ കൃത്യമായ ദിശാബോധമുള്ളവരാക്കി വളർത്തേണ്ടത്, അതിന്റെ മാർഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ള അപകടങ്ങളുടെ അവസ്ഥകളെ കുറിച്ചുമുള്ള ഒരു ചിന്തയാണ് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കുറിച്ച് കേട്ട വാർത്ത, 14 വയസ്സുള്ള ഒരു ആൺകുട്ടി തന്റെ വീട്ടിൽ നിന്ന് സ്കൂളില്ലാത്ത ദിവസം രാവിലെ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. വാപ്പ ജോലി ആവശ്യത്തിന് പുറത്ത് പോയ ഒരു സാഹചര്യമാണ് ആ വീട്ടിൽ നിലനിൽക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയായപ്പോ ഉമ്മ ചോദിച്ചു, മോനെ നീ എവിടെയാണ് ഈ രാവിലെ തന്നെ ഇറങ്ങിപ്പോകുന്നത്? നിന്റെ ഭക്ഷണം നീ എവിടെ നിന്നാണ് കഴിക്കുന്നത്? നീ ആരുടെ കൂടെയാണ് ഈ സമയം ചെലവഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ ഉമ്മ
ഉമ്മയോട് കയർത്ത് ഉമ്മ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്, അറിയുന്നത് എന്ന മട്ടിൽ സംസാരിക്കുമ്പോൾ രണ്ടാമത്തെ ഉമ്മാന്റെ മറുപടി, ഞാൻ നിന്റെ ഉമ്മയാണ്, നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള അവകാശവും അർഹതയും നിന്നെ പ്രസവിച്ച് പോറ്റിയ ഉമ്മാക്കുണ്ട് എന്ന് പറയുമ്പോ ഉമ്മാന്റെ മുമ്പിലേക്ക് ഒരു ഇരയെ കിട്ടിയ വന്യമൃഗത്തെ പോലെ ഉമ്മയെ അടിക്കാൻ ചാടിയെടുക്കുന്ന മകനെ നമ്മളവിടെ കാണുകയാണ്. കൈ ഇങ്ങനെ ഉയർത്തി ഉമ്മാന്റെ മുഖത്ത് അടിച്ചു എന്ന തരത്തിലെത്തുമ്പോഴേക്കും അവനെന്തോ സ്വബോധത്തിലേക്ക് എത്തി. അവൻ ആ കൈ വലിക്കുകയാണ്. ഉമ്മ ആകെ ഞെട്ടിത്തരിച്ച് പേടിച്ച് 14 വയസ്സുകാരന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഉമ്മന്റെ ചോദ്യം, നീ എന്നെ തല്ലുവല്ലേ, നീ എന്നെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങിയല്ലേ എന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന്റെ മുമ്പിലെങ്കിലും ഒരു ദയനീയമായ മറുപടിയാണ് ഉമ്മ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഉമ്മാന്റെ മുമ്പിൽ ഈ മോൻ പറഞ്ഞത്, ഉമ്മ ഞങ്ങൾ തല്ലാതിരുന്നത് എന്റെ തല്ല് ഏൽക്കാനുള്ള ഒരു ശരീരം ഉമ്മാക്കില്ല. ഹേയ്, എന്റെ തല്ല് കിട്ടിയ ഉമ്മ പിന്നെ എഴുന്നേറ്റ് നിൽക്കാനൊരു അവസ്ഥ ഉമ്മക്ക് ഉണ്ടാകൂല. അതുകൊണ്ടാണ് ഉമ്മ ഞാൻ തല്ലാതിരുന്നത് എന്നതാണ്. ഏതൊരു ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് ഉമ്മയുടെ രക്തം നീരാക്കി അമ്മിഞ്ഞ് കുടിച്ച് വളർത്തിയെടുത്ത ആരോഗ്യമുണ്ടാക്കിയ ആ ശരീരത്തിൽ ആ ഉമ്മയോട് മുഖത്ത് നോക്കി കുട്ടി പറയും, ഉമ്മ നിങ്ങൾ എന്റെ അടി കൊണ്ടാൽ ഉമ്മ ഇവിടെ വീണു പോകുന്നു. ഇതൊരു ആൺകുട്ടിയാണെങ്കിൽ, പെൺകുട്ടികളും മോശമൊന്നുമല്ല, പെൺകുട്ടികളും ഇന്ന് വലിയ വേദനകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ വർത്തമാനം കേട്ടത് തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടാൻ വേണ്ടി തന്റെ ശരീരത്തിലെ വസ്ത്രമടിച്ച് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു കുട്ടിയെ കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇൻസ്റ്റഗ്രാം ഏതോ നിലക്ക് ഹാക്ക് ചെയ്ത് തന്റെ കുടുംബത്തിൽപ്പെട്ട അവളുമായി അടുത്ത ഒരു സഹോദരൻ അവളിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് താൻ നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിന് ലഭിക്കുന്ന ലൈക്കിനേക്കാളും ഫോളോവേഴ്സിനേക്കാളും കൂടുതൽ ഈ 12 വയസ്സുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അത് കൂട്ടാൻ വേണ്ടി ആദ്യമൊക്കെ കുറച്ചൊക്കെ ഫോട്ടോകൾ ഇട്ട് നോക്കി. പക്ഷേ അതൊക്കെ ഇടുമ്പോ അതിലെ ആളുകളുടെ ആവശ്യം വിവസ്ത്രത്തോടുകൂടി ഉള്ള ഫോട്ടോകളാണ്. ഒരു മടി കാണിച്ചില്ലേ? അതിന്റെ ലഹരിയിലും ആധുനിക ലോകത്തിന്റെ ആധുനിക തലമുറയുടെ ഈ മാധ്യമങ്ങളോടുള്ള ഭ്രമത്തിന്റെ കാരണം കൊണ്ടും അവളുടെ ശരീരം വരെ സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കാൻ തയ്യാറായി. നിങ്ങൾ ആലോചിക്കണേ, അവളുടെ റൂമിന്റെ പുറത്ത് അവളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്റെ മകൾ വിവാഹപ്രായമെത്തുമ്പോൾ അവളെ വിവാഹം ചെയ്തു വിടാൻ വേണ്ടി ഒരുപക്ഷെ ആ വീട്ടിലെ ഗൃഹനാഥൻ മരുഭൂമികൾ താണ്ടി അവിടെ വെയിലും അതല്ലെങ്കിൽ അവിടുത്തെ പ്രയാസങ്ങളൊക്കെ സഹിച്ച് പണിയെടുത്ത് ഈ കുട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടാകും. ഇത് അറിയാത്ത ഈ തലമുറ കാട്ടിക്കൂട്ടുന്ന അവസ്ഥകൾ നമ്മൾ ശരിക്കും ഗൗരവത്തോടെ പഠിച്ചില്ലെങ്കിൽ നാളെ വലിയ പകരം എന്ത് നൽകിയാലും എന്തു കൊടുത്താലും തീരാത്ത രൂപത്തിൽ സമൂഹത്തിലും നാട്ടിലും നമുക്ക് യാതൊരു വിലയുമില്ലാതെയായി പോകുമെന്നത് സത്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കുറിച്ച് പറഞ്ഞപ്പോ ആ മക്കളെല്ലാമാണ് എന്ന് വിചാരിക്കണ്ട. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ,
അൽമാലു വൽ ബനൂൻ, സമ്പത്താകട്ടെ സന്താനങ്ങളാകട്ടെ, സീനത്തുൽ ഹയാത്തി ദുനിയാ, അത് ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്, ദുനിയാവിന്റെ അലങ്കാരമാണ്, സൗകര്യങ്ങളാണ്, സൗഭാഗ്യമാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ, ആ മക്കളെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ആ മക്കളെ പരിഗണിക്കണം, ആ മക്കളെ ശ്രദ്ധിക്കണം, അവർക്ക് കൃത്യമായ ബോധം നൽകണം. പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറു അമലാ. വൽ ബാഖിയാത്തു, എന്നെന്നും ബാക്കിയാകുന്നത്, എന്നെന്നും നിലനിൽക്കുന്നത്, അസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങളാണ്, നല്ല പ്രവർത്തനങ്ങളാണ്. ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, ആ പ്രവർത്തനങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കൽ ഉത്തമമായ പ്രതിഫലമുള്ളത്. വഖൈറുൻ അമലാ, അതാണ് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്നതുമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ്, എന്റെ മോൾ, എന്റെ മോൻ എനിക്ക് പ്രതീക്ഷ നൽകുന്ന രൂപത്തിലാണോ വളർന്നു വരുന്നത്? ഈ ചിന്ത നമ്മൾ അന്യമായി കാണാൻ പാടില്ല. ഈ ചിന്ത വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം. ഇനി പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന്റെ കൂടെ ചേർത്ത് വെച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആ പ്രതീക്ഷ നൽകാൻ വേണ്ടി ആ മക്കളിൽ ഞാൻ എന്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട്? രണ്ട് ചോദ്യം. ഒന്ന്, എന്റെ മകൾ, എന്റെ മകൻ എനിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം എന്താ? ആ പ്രതീക്ഷ നൽകാൻ അവരിൽ ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? അവരിൽ ഞാൻ എന്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട്? അവരുടെ വിഷയത്തിൽ ഞാൻ എന്ത് ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവർക്ക് എന്ത് ബോധമാണ്, അവബോധമാണ് ഞാൻ നൽകുന്നത് എന്ന ചോദ്യം രണ്ട് പ്രസക്തമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ? നമ്മുടെ റൂഹ് പിരിഞ്ഞ് മയ്യത്തെന്ന് എല്ലാവരും വിളിച്ച് നമ്മുടെ ആ ശരീരത്തെ വീടിന്റെ ഉള്ളിൽ 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ, അതേ ഉപ്പാക്കും ഉമ്മാക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു മകൾ, ഒരു മകൻ, അതിനെ ഉണ്ടാക്കാൻ, ആ രൂപത്തിൽ വളർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അല്ലെ, ചിന്തിക്കട്ടെ. വെറുതെ ഭക്ഷണം കൊടുത്ത്, വെറുതെ വെള്ളം കൊടുത്ത്, സ്കൂളിലെ ഫീസ് അടച്ച്, ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് ഒരു വളർത്തേണ്ട ഒരു വിഭാഗമല്ല നമ്മുടെ മക്കൾ. അതിന്റെ അർത്ഥമൊന്നും വാങ്ങിക്കൊടുക്കണ്ടെന്നൊന്നുമല്ല. ഇതൊക്കെ കൊടുക്കുമ്പോഴും ഇതൊക്കെ നൽകുമ്പോഴും അവിടെയൊക്കെ കൃത്യമായി അതൊക്കെ എന്റെ മക്കളിൽ ഉപകാരപ്പെടുന്നുണ്ട്, അവരുടെ പാരത്രിക ലോകത്തെ എന്ന് ഉറപ്പുവരുത്താൻ എനിക്കും നിങ്ങൾക്കും പറ്റണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖതഅ അമലുഹു, അവന്റെ അമലൊക്കെ മുറിഞ്ഞു പോകുന്നതാണ്. ഇല്ലാ മിൻ സലാസ്, 3 അമലുകൾ ഒഴികെ, 3 അമലുകൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുന്നതാ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, അതേ ഒന്ന് സദഖത്തിൻ ജാരിയയാണ്, നിലനിൽക്കുന്ന സദഖയാണ്. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, രണ്ടാമത്തെ കാര്യം എന്താണ്? ഉപകാരപ്പെടുന്ന അറിവാ. അവൻ പകർത്തിയതും ഉപകാരപ്പെടുത്തിയതുമായിട്ടുള്ള അറിവാണെങ്കിൽ. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? വലദിൻ സാലിഹ് യദ്ഉ ലഹു, സ്വാലിഹായ സന്താനമാണ്.
ആ സ്വാലിഹായ സന്താനത്തിന്റെ പ്രത്യേകത എന്താ? അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അവൻ മരിച്ചാൽ റബ്ബേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നവരാണ്, മരിച്ചു കഴിഞ്ഞാലും പ്രാർത്ഥിക്കുന്നവരാണ്. ആര്? സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ എന്ന് പറയുന്നത്, നല്ല സന്താനങ്ങൾ എന്ന് പറയുന്നത് ആ മക്കളുണ്ടല്ലോ വാപ്പാക്ക് ദർജകൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ പരലോകത്ത് മാതാപിതാക്കളിതാ കടന്നു വരുമ്പോ അവർക്കിതാ ഉന്നതങ്ങളായ ദർജകൾ കിട്ടുമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ആ മാതാപിതാക്കൾ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അല്ലാഹുവേ, എനിക്കെങ്ങനെയാണ് ഈ ദർജ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ ഈ മക്കളുടെ കാര്യത്തിൽ അല്ലാഹ് പറയുകയാണ്, നിന്റെ മക്കൾ ദുനിയാവിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നോ, നിനക്ക് വേണ്ടി ദുആ നടത്തിയിരുന്നു, നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിച്ചിരുന്നോ, നിനക്ക് വേണ്ടി പാപമോചനം നടത്തിയിരുന്നോ, നിന്റെ ദർജകൾ ഉയർത്താൻ അവർ പണിയെടുത്തിരുന്നോ, നീ പഠിപ്പിച്ച സന്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ജീവിച്ചിരുന്നോ? ഈ ജീവിതമൊക്കെ അവർ കാഴ്ചവെച്ചപ്പോ ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ സഹോദരങ്ങളെ എന്തുണ്ടായെന്നറിയോ? ആ മാതാപിതാക്കൾക്ക് അല്ലാഹ് കൊടുത്തത് ഉന്നതമായ ദർജയാണ്, ഉന്നതമായ പദവികളാണെങ്കിൽ മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ, ഉമ്മ ഉപ്പ നമുക്ക് ഉയർന്ന ദർജകൾ ലഭിക്കുമോ? നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഇല്ലേ? നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് കിട്ടുമോ? വീട്ടില് തലവേദന എടുത്ത് ബെഡിലിങ്ങനെ കിടക്കണ ഉമ്മാന്റെ അടുക്കൽ വന്ന് അടുത്തിരുന്ന ആ തലയിലൊന്നിങ്ങനെ കൈവച്ച് ഉമ്മക്ക് തലവേദന ഉണ്ടല്ലേ, കുറച്ച് പനി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉമ്മ ഇവിടെ തന്നെ കിടന്നോ, അടുക്കളയുടെ കാര്യങ്ങളൊക്കെ ഈ മോള് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു മകള് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ടോ സഹോദരങ്ങളെ? അല്ല, വപ്പാന്റെ അടുത്ത് വന്ന് വപ്പ കാലിന് വേദന ഉണ്ടെങ്കിൽ ഞാൻ തിരുമ്മിത്തരാട്ടോ എന്ന് പറഞ്ഞ് വപ്പാന്റെ അടുത്തിരുന്ന് ആ കാലൊന്ന് തിരുമ്മി കൊടുക്കുന്ന നല്ല മക്കൾ ആഗ്രഹമുണ്ട് നമുക്ക് ഇല്ലേ? ആഗ്രഹമുണ്ട്. അങ്ങനെ എന്റെ മോനായിരുന്നെങ്കിൽ, എന്റെ മോളായിരുന്നെങ്കിൽ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മക്കള് വിചാരിക്കണുണ്ടോ സാമ്പത്തികമായ വലിയ ഉന്നതിയിലെത്തി ആ സമ്പത്തിന്റെ സൗകര്യങ്ങൾ എന്റെ ഉപ്പാനെ ആസ്വദിപ്പിച്ചാൽ ഉപ്പാക്കെല്ലാം കിട്ടിയെന്ന് ഏതെങ്കിലും മക്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വേണ്ടട്ടോ, അതൊന്നുമല്ല ഒരു ഉപ്പ ആഗ്രഹിക്കണത്. 100% ഇവിടെ വൃദ്ധസദനങ്ങളിൽ എത്രയെത്ര മാതാപിതാക്കളെയാണ് തല്ലിക്കൊണ്ടുവന്നിട്ടത് അല്ലെ? ഒരു ചെറിയ ഒരു വീഡിയോ കാണാനിടയായി. എന്താണ് ആ വീഡിയോയിൽ പറയണേ? ഒരു ഉമ്മാനെ തന്റെ ഭാര്യയുടെ ഉപദേശം കേട്ട് കേട്ട് സ്വന്തം ഉമ്മാനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയ മോൻ. ആ മോൻ ഇടക്കിടക്ക് ഉമ്മാനെ കാണാൻ ചെല്ലും, ഉമ്മാന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കും. ഉമ്മ സന്തോഷാണെന്ന് പറയും, ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. മകനെ സന്തോഷിപ്പിക്കാൻ, അവനെ വേദനിപ്പിക്കാൻ പാടില്ല, അവന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വീഴാൻ പാടില്ല എന്ന് വിചാരിച്ച് മോനോട് എല്ലാം ഇങ്ങനെ പറഞ്ഞ് സന്തോഷിപ്പിച്ചു വിടുന്ന ഒരു ഉമ്മ. അങ്ങനെ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞു. ഉമ്മക്ക് പാടില്ല, ഉമ്മ അസുഖബാധിതയാണ്. അങ്ങനെ അസുഖം ബാധിച്ച് ഉമ്മ ഒരു ദിവസം മരിച്ച് വീഴുമ്പോ ഉമ്മാന്റെ മരണ വാർത്ത അറിയിച്ചപ്പോ പോലും കമ്പനിയിൽ തിരക്കായതുകൊണ്ട് വരാൻ പറ്റാത്ത മോൻ വഴുകി വന്നപ്പോ മോന്റെ അടുക്കലേക്ക് ആ വൃദ്ധസദനത്തിലെ അവിടത്തെ ഡയറക്ടർമാര് ഒരു കത്ത് കൊടുത്തപ്പോ അതിങ്ങനെ വായിച്ചിട്ട് മോനിങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോ ആ കത്തിലെന്ത് എഴുതിയേക്കണേ? ആ കത്തിൽ എഴുതിയേക്കണത്, മോനെ ഇവിടത്തെ ഫാനിന്റെ കറക്കം കുറവാട്ടോ മോനെ, ഇവിടെ ഫാൻ മര്യാദ കറങ്ങണില്ല. പല രാത്രികളിലും ഉമ്മ ചൂടെടുത്തിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ
എന്റെ മോൻ എന്ത് ചെയ്യണം? ഇവിടെ നല്ലൊരു ഫാൻ വാങ്ങിക്കൊടുക്കണം, ഇവിടെ നല്ല ഫാൻ വാങ്ങിക്കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടത്തെ ഷവർ കൃത്യമായി വർക്ക് ചെയ്യണില്ല. അതുകൊണ്ട് പൈപ്പിൽ നിന്ന് നടുവേദനയായിട്ടും പൈപ്പ് ഓൺ ചെയ്ത് ആ കപ്പ് കോരിയെടുത്താണ് ഉമ്മ കുളിച്ചിരുന്നത്. അതുകൊണ്ട് ആ ഷവർ ഒന്ന് റെഡിയാക്കണം. എന്നിട്ട് ഉമ്മ അടിക്കുറിപ്പെഴുത, അല്ലെങ്കിൽ എന്റെ മോനെ മോന്റെ മക്കളുടെ കൊണ്ടുനാക്കുമ്പോ ഈ ഷവറില്ലാത്ത കുളിമുറിയിൽ കുളിക്കാൻ എന്റെ മോന് പറ്റൂല. ഈ ഫാനിന്റെ ചൂട് തറക്കം കുറവായതുകൊണ്ട് ഈ റൂമിന്റെ ചൂട് സഹിച്ച് എന്റെ മോന് പല ദിവസവും ഉറക്കം കിട്ടൂല. അത് ഈ ഉമ്മക്ക് സഹിക്കൂല. അതുകൊണ്ട് ഉമ്മ ഇതൊക്കെ എഴുതണത് എന്ന് എഴുതി കൊടുക്കുന്ന ഒരു ഉമ്മയെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചേ ഉമ്മമാരിങ്ങനെയാ എല്ലാം സഹിക്കാൻ തയ്യാറാകും, എല്ലാം ക്ഷമിക്കും. നിങ്ങൾക്ക് വേണ്ടി മക്കളെന്ന സന്താനമെന്ന ആ നല്ല ചിരിയുടെ അവരുടെ ജീവിതത്തിൽ വല്ലാത്ത നിമിഷങ്ങൾ നൽകിയ ആ നല്ല സന്താനങ്ങളെ അവർക്ക് വേണ്ടി എല്ലാം ക്ഷമിക്കാൻ ഈ മാതാപിതാക്കൾ റെഡിയാ. പക്ഷേ ഇതൊന്നും മക്കൾ അറിയണില്ല. ഇതാണ് സത്യം. നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മക്കൾ അറിയണില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ, മക്കൾ അറിയണുണ്ടോ എന്നത് ഇല്ല എന്നത് 100% ശരിയാ. കാരണം എന്താ? നമ്മുടെ വാപ്പുമ്മയും പണിയെടുത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ സഹോദര? നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്റെ ഉമ്മ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്നതിനേക്കാൾ മിക്സി ഇല്ലാത്ത കാലത്തെ അമ്മിപ്പുള്ളയിൽ ആ അമ്മി വെച്ച് തേങ്ങ അരച്ച് കറിണ്ടാക്കി തന്ന ഉമ്മയാണ് ഉമ്മ. അല്ലേ? കരണ്ടില്ലാത്ത കാലത്ത്, കിണർ വീട്ടിലില്ലാത്ത കാലത്ത് അടുത്ത അയൽവാസിയുടെ വീട്ടിൽ ചെന്ന് വെള്ളം കോരി 2 കുടത്തിൽ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് വീട്ടിലേക്ക് വന്ന് വലിയൊരു കലത്തില് വെള്ളം നിറച്ചു വെക്കുമ്പോ കളി കഴിഞ്ഞ് ഓടി വന്ന ആ വെള്ളത്തിലേക്ക് ചെളിയുള്ള കൈമുക്കിയപ്പോ ഒരു ചെറുപുഞ്ചിരിയോടെ എന്താണ് ഈ കാട്ടണത് എന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ല, കഷ്ടപ്പെടുത്തിയിട്ടില്ല, വലിച്ചെറിഞ്ഞിട്ടില്ല, ആട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ ഒരു നീളമുള്ള വടി കൊണ്ട് അടിച്ചിട്ടില്ല. ഇല്ല. ഗ്യാസ് ഇല്ലാത്ത കാലത്ത് അതേ ഒരു കുഴൽ വെച്ച് ഊതി ആ ഉമ്മാന്റെ മുഖം വാടിയിട്ടുണ്ടെങ്കിൽ, ആ ഉമ്മാന്റെ മുഖം ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ ഉമ്മാന്റെ ശരീരത്തിന് അതേ വാർദ്ധക്യത്തിന്റെ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ മാറ്റി നിർത്തേണ്ടതല്ല, ചേർത്ത് പിടിച്ച് നിങ്ങൾ നിർത്തിയൊക്കെ എങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നിർത്തും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ കുറിച്ച് കൃത്യമായൊരു ചിന്ത വേണം. എവിടെന്ന ചിന്ത വേണ്ടേ? ഒന്നാമത്തെ ചിന്ത അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിന്ന് തന്നെയാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു കുട്ടിയെ പ്രതീക്ഷിക്കുന്നവർ ആ കുട്ടിക്ക് വേണ്ടി ഒന്നാമത് അവർ ശാരീരികമായി ബന്ധപ്പെടുന്നിടത്ത് പോലും പ്രാർത്ഥനയുണ്ട് എന്നതാണ്. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാന മാ റസഖതനാ എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിലൂടെ അല്ലാഹു ഒരു കുട്ടിയെ അവർക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഒരു നിലക്കുമുള്ള പൈശാചികമായ ഉപദ്രവവും ആ കുട്ടികളിൽ ഏൽക്കില്ല എന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാ. പ്രാർത്ഥനയിൽ നിന്നുണ്ടായ കുട്ടിയായിരിക്കണം, അബദ്ധത്തിലുണ്ടായ കുട്ടിയാകരുത്, പ്രതീക്ഷിക്കാതെ ഉണ്ടായ കുട്ടിയാകരുത്, വേണ്ടാന്ന് തീരുമാനിച്ചെടുക്കുന്ന കുട്ടിയാകരുത്, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള അസ്വാരസ്യങ്ങളിൽ നിന്നുണ്ടായ കുട്ടിയാകരുത്. മറിച്ച് പ്രാർത്ഥിച്ചറിഞ്ഞ റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതായിരിക്കണം. റബ്ബി ഹബിലി മില്ലദുൻക ദുരിയതൻ ത്വയ്യിബാ. ആരാ പ്രാർത്ഥിക്കുന്നത്? സക്കരിയ നബി അലൈഹിസ്സലാമയാ. അല്ലാഹുവേ എനിക്ക് ദുരിയതൻ ത്വയ്യിബാ, ത്വയ്യിബായിട്ടുള്ള നല്ല ഒരു സന്താനത്തെ നൽകണേ അല്ലാഹ്. ഏത് സമയത്ത് പ്രാർത്ഥിക്കണേ? തലയിലെ മുടികൾ നരച്ച് തിളങ്ങുമാറ് വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റം എത്തിയ സക്കരിയ നബി അലൈഹിസ്സലാം
മച്ചിയായ പ്രസവിക്കില്ല എന്ന് പറഞ്ഞ ഭാര്യയുടെ ഒപ്പം ജീവിക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാം പ്രതീക്ഷ വെച്ചാതെ റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി, അല്ലാഹുവേ എനിക്കൊരു സ്വാലിഹായ നല്ല സന്താനത്തെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. അബൂന, നമ്മുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വിളിച്ച പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് പരാമർശിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സാലിഹായ സന്താനത്തെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, സാലിഹായ സന്താനത്തെ നൽകണേ. ഇങ്ങനെ ചോദിച്ച് റബ്ബിനോട് ഒരു കുട്ടിയെ ചോദിച്ചു വാങ്ങാൻ നമുക്ക് പറ്റണം. അല്ലാഹുവേ എനിക്കൊരു കുട്ടീനെ തരണേ, എന്റെ മക്കൾ സ്വാലിഹീങ്ങളാക്കണേ. ഏഴാകാശങ്ങളിലേക്ക് തടയപ്പെടാതെ ഉയർന്നു ചെല്ലുന്ന പ്രാർത്ഥനയാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന. ഉമ്മ, ഒന്ന് ചിന്തിച്ചേ, വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോണ മോൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒരു ദിവസം ആത്മാർത്ഥമായി രാവി പഠിച്ച്, നിങ്ങളൊക്കെ ഒന്ന് നേരം വഴികി വന്നിരുന്നെങ്കിൽ കുറച്ചേരെങ്കിലും വീട്ടില് വെറുതിരിക്കായിരുന്നു എന്ന് വിചാരിക്കണ ഉമ്മമാരെ വളർന്നുകൊണ്ടിരിക്കണേ അല്ലേ? വാട്സപ്പിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാ മക്കൾ വന്നിട്ട് മൊബൈൽ ചോദിക്കുക. അപ്പൊ മക്കൾക്ക് മൊബൈൽ കൊടുക്കാനുള്ള മടിയൊന്നുമില്ല, തന്റെ വാട്സപ്പ് ഉപയോഗിക്കാനുള്ള സമയം പോയല്ലോ എന്ന വിഷമ ഇന്നത്തെ ഉമ്മമാർ. നിങ്ങൾ ആലോചിക്കേ, എന്നിട്ട് പ്രാവ, എന്നിട്ട് പഠിക്കുക, മക്കളെ ശപിക്കുക. ആ ശാപത്തുണ്ടല്ലോ എവിടെ പോകൂല, മക്കൾക്ക് കിട്ടൂട്ടോ. എവിടെ പോകൂല. നിങ്ങൾ ശപിച്ചിട്ടുണ്ടോ മക്കൾക്ക് കിട്ടും, നിങ്ങളെ എതിർത്തിട്ടുണ്ടോ മക്കൾക്ക് കിട്ടും. ഗുണം പിടിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞാലോ, പ്രായാകണ സമയത്ത് മക്കൾ ഇങ്ങനെ ഗുണം പിടിക്കാതെ മുമ്പിൽ കൂടി നടക്കണേനെ കാണാൻ പറ്റൂ. ആർക്കാ പോക, നമുക്കാ പോക. അതുകൊണ്ടില്ല, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഉണ്ടല്ലോ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്, നല്ല പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ടാ പ്രായമായ ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്തത് ഇസ്മായിൽ നബിയെയാണ്. പ്രായമായി ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്തത് ഇസ്ഹാഖ് നബിയെയാണ്. ആലോചിക്കേ, പ്രാർത്ഥിച്ച് റബ്ബിനോട് വാങ്ങിയ നല്ല തങ്കക്കുടങ്ങളാണ്, നല്ല മക്കളാണ് ആര്? ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അല്ലേ? ഉപ്പങ്ങനെ വല്ലപ്പുഴ വരാ ഫലസ്തീനിൽ നിന്ന് മക്കയിലുള്ള ഇസ്മായിൽ നബിയെ കാണാൻ വല്ലപ്പോഴും കടന്നു വരും. അങ്ങനെ തന്റെ ഒപ്പം ഓടിക്കളിക്കാൻ പ്രായമാകുന്ന സമയത്തുണ്ടല്ലോ, ഉപ്പ പറയ, മോനെ വാ നമുക്കൊരു സ്ഥലം വരെ പോണം, ഒരു സ്ഥലം വരെ പോണം. ഉമ്മാന്റെ അടുത്തുനിന്ന് നല്ല കുപ്പായ പിടിച്ച് മോന്റെ കൈ പിടിച്ച് ഒരു കുന്നിന്റെ മുകളിലേക്ക് പോകുന്ന വഴി ഉപ്പാന്റെ ചോദ്യം എന്താണെന്നറിയോ? മോനെ, അല്ല എന്നോട് പറഞ്ഞത് നിന്നെ അറക്കണം എന്നാ. അല്ല, നിന്റെ അഭിപ്രായം എന്താ? നിന്റെ അഭിപ്രായം എന്താ മോനെ? മകനോട് ചോദിക്കുക. മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മക്കൾ നമ്മളോളം എത്തുമ്പോ നമ്മൾ അവരോട് അഭിപ്രായം ചോദിക്കണം. എന്താ ചെയ്യണ്ടേ ചോദിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇങ്ങനെ അന്യമായി പോകും എന്നൊരു റെസ്പെക്റ്റും ഒരു മൂടുമില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടത്തെ മക്കളൊക്കെ ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാല് ഒന്ന് എഴുന്നേറ്റ് കൊടുത്ത് ഇവിടെ ഇരുന്നോട്ടോ എന്ന് പറയണ മക്കളായിരുന്നോ? വീട്ടിലേക്ക് വന്നവരെ കണ്ടിട്ട് പോലുമില്ല, മക്കള് അറിഞ്ഞിട്ട് പോലുമില്ല അല്ലേ? അങ്ങനെയാണ് ഇന്നത്തെ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അടുത്തിരിക്കാനോ, ഒന്ന് വർത്താനം പറയാനോ, ഒന്ന് റെസ്പെക്ട് ചെയ്യാനോ ഇന്നത്തെ മക്കൾക്ക് പറ്റണില്ല. നമ്മൾ കണ്ടില്ലേ, ഒരു ഹെഡ് മാസ്റ്ററിന്റെ മുമ്പിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന മക്കളുടെ വീഡിയോ നമ്മൾ കണ്ടില്ലേ? പേടി തോന്നില്ലേ? ഭയം തോന്നില്ലേ? എന്തിങ്ങനെ മക്കൾ മാറിപ്പോകലെന്തേ? എന്താ ഇങ്ങനത്തെ അവസ്ഥ മക്കൾക്ക് ഉണ്ടാകുന്നത്? ചിന്തിച്ചില്ലേ? സഹോദരിമാരെ, നമ്മൾ ആലോചിക്കണ്ടേ? ലഹരിയിൽ അടിമപ്പെട്ട് ലഹരി കഴിച്ച് വീട്ടിലേക്ക്
വന്ന് തന്റെ വീട്ടിൽ കിടക്കുന്ന രോഗിയായ ക്യാൻസർ ബാധിച്ച ഉമ്മാനെ കൊന്ന യുവാവിന്റെ വാർത്ത നമ്മൾ വായിച്ചില്ലേ? എന്തേ? സ്വന്തം ഉമ്മയെ കൊല്ലാൻ അവന്റെ സ്വബോധം അവനെ സമ്മതിക്കില്ല. പക്ഷേ അവൻ കഴിച്ച ലഹരിയുണ്ടല്ലോ അവന്റെ ഉമ്മയെ കൊല്ലാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിച്ചെങ്കിൽ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? എവിടെയാ ശ്രദ്ധിക്കേണ്ടേ? നമ്മളിങ്ങനെ പറയാ ആഘോഷങ്ങളാണ്, കല്യാണങ്ങളാണ്, അതല്ലെങ്കിൽ ആനുവൽ ഡേകളാണ്, അതല്ലെങ്കിൽ വിവാഹ വാർഷികങ്ങളാണ്, ബർത്ത്ഡേ പാർട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കും റാൻ മൂടുമ്പോ സമ്മതം കൊടുക്കുമ്പോ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പല അപകടങ്ങളുണ്ട്. നിങ്ങൾ കുട്ടികളോട് ചോദിച്ചോ, എവിടെന്നാ നീ ആദ്യമായി ലഹരി നുണഞ്ഞത് എന്ന് ചോദിച്ച കുട്ടി പറയും, സ്കൂൾ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് പോയൊരു ടൂറിൽ നിന്നാണ്. ഒരു ടൂറിൽ നിന്നാണ്, ഒരു യാത്രയിൽ നിന്നാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ ഉണ്ടായ ചില സാഹചര്യങ്ങളിൽ നിന്നാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിന്നാണ്. എന്ത് സംഭവിക്കണേ? അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉമ്മാന്റെ വഴിക്ക്, മക്കള് മക്കളുടെ വഴിക്ക്, വാപ്പാന്റെ വഴിക്ക്, അല്ലെ ആരും ആർക്കും ശല്യാകരുത് എന്ന് വിചാരിച്ച് അവരെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ അഴിച്ചുവിടാ. അപ്പൊ എന്താവണേ? പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരു പ്രായമായ മോളെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടേ നടക്കും, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്യാണ വീട്ടിൽ ഒപ്പുണ്ടാകും മക്കള്. ഇന്നവിടെയുള്ള ഉമ്മാക്കൊരു കുറവാ മക്കളെ പിടിക്കാൻ, മക്കളെ ഒപ്പം നടത്താൻ. ഒക്കത്തിരിക്കണ കുട്ടിയെ കുറിച്ച് ഉമ്മ ചിന്തിക്കണ ഒരു 3 വയസ്സായിരുന്നെങ്കിൽ ആ പുള്ള ഓടി കളിച്ചോളൂരുന്നില്ലേ എന്നാണ്. എന്റെ കയ്യിൽ നിന്ന് പോയി സുഖമായിട്ട് ഉമ്മാക്ക് നടക്കായിരുന്ന ഉമ്മ വിചാരിക്കണേ. അങ്ങനെ ഒഴിവാക്കി വിടേണ്ടവരല്ല ഈ മക്കളെന്ന് പറയുന്നത്. സഹോദരങ്ങൾ, 3 കാര്യങ്ങള് മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ ആരും മക്കൾ തെറ്റിപ്പോകുന്നതിൽ നിന്ന് ഒഴിവല്ല. അല്ല, പറയാറില്ലേ ആ പുള്ളയുടെ മൂക്ക് ഉമ്മാന്റെ മൂക്ക് പോലെ എന്ന് പറയാറില്ലേ? ഇല്ലേ? പറയാത്ത ആരെങ്കിലുണ്ടോ? ആ നടത്തണ്ടല്ലോ, വാപ്പാന്റെ നടത്താട്ടോ എന്ന് പറയണതില്ലേ? ആ കളറ് അത് ഉമ്മാടെ കിട്ടിയേക്കണെന്ന് പറയണവരില്ലേ? ഉണ്ട്. എങ്കിൽ സ്വഭാവം മാത്രം ആരുടെ അല്ല എന്ന് പറയാൻ പറ്റോ? ബാക്കിയൊക്കെ അപ്പാന്റെ ഉമ്മാന്റെ ഷെയർ ചെയ്ത് കൊടുത്ത് സ്വഭാവം വന്നപ്പോഴോ അത് ഞങ്ങളൊന്നും അല്ല, എവിടുന്ന കിട്ടിയെന്നാവോന്നാണ്. അല്ല, നമ്മളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആരാ ആദ്യം നന്നാകണ്ടേ? മക്കളല്ലേ, നമ്മളാദ്യം നന്നാകണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വീട്ടിലെ പല വിഷയങ്ങളിലും നമ്മൾ നന്നാകണം. എന്നാൽ മാത്ര മക്കളിൽ അതിന്റെ പ്രതിധ്വനികൾ ഉണ്ടാവുകയുള്ളൂ, അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ഞാൻ എങ്ങനെ നടക്കും, പക്ഷെ എന്റെ മക്കൾ നന്നാകണം. ഇത് ശരിയായ നിലപാടല്ല. അങ്ങനെ ഒരു മകനും നന്നായിട്ടില്ല, അങ്ങനെ ഒരു മകളും നന്നായിട്ടില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ, നമുക്ക് മക്കളുടെ യാത്രയിൽ സ്ഥാനമുണ്ട്, നമ്മുടെ മക്കളുടെ വഴികളിൽ നമുക്ക് ബാധ്യതയുണ്ട്. ഇടപെടുന്നിടത്ത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അതല്ലെങ്കിൽ ആണും ജീവിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടം, സ്വർഗരതിയുടെ വൃത്തികെട്ട കാലഘട്ടം ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തിലാണ് അത് മുളപൊട്ടിയതെങ്കിൽ അതാ നമ്മുടെ നാട്ടിലും അതൊക്കെ കേട്ടു തുടങ്ങി, അല്ലേ? ചിന്തിച്ചു നോക്കിയേ. നൂറ ഫാത്തിമയും അതല്ലെങ്കിൽ അതുപോലെയുള്ള 2 മുസ്ലിം സ്ത്രീകൾ അവരെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. കാരണം എന്താ? മുസ്ലിം കുട്ടികളുടെ പേരാ. അവർക്ക് മുസ്ലിം കുട്ടിയായ മതി, മുസ്ലിം ആവണ്ട. മുസ്ലിം പേര് കിട്ടിയാൽ മതി, മുസ്ലിം ആകണ്ട. നമ്മൾ പറയണ്ട മുസ്ലിം പേര് കൊണ്ട് ഒരാൾ മുസ്ലിം ആകില്ല, കർമ്മം കൊണ്ടും മുസ്ലിം ആകണം. എന്നാലേ അവനെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പേര് കിട്ടിയപ്പോൾ തന്നെ മാധ്യമങ്ങൾ ആഘോഷിച്ചു, ചർച്ചയായി, ഇന്റർവ്യൂ ആയി. പല ഇന്റർവ്യൂകൾ അവർ പങ്കെടുത്തു. എന്നിട്ടോ ഇസ്ലാമിന്റെ പല വിഷയങ്ങളെ കുറിച്ചും അവര് തോന്നിവാസങ്ങൾ പറയാൻ തുടങ്ങി. ഇതൊക്കെ വലിയ ഭാരമാണ്, തലയിലെ തട്ടം, അത് വല്ലാത്ത പ്രതിസന്ധിയാണ്. അതല്ലെങ്കിൽ പർദ്ദ എന്ന വസ്ത്രം, അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. സ്വാതന്ത്ര്യം നൽകുന്നില്ല, അടിച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞ്
ഇസ്ലാമിന്റെ നേരെ കയറ് വിട്ടുപോലെ ഊരിയിട്ടതുപോലെയൊക്കെയുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. സഹോദരിമാരെ, സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട എവിടെന്നാണെന്നറിയോ? എവിടെന്നാ ഈ കുട്ടികളിൽ ഒരു വിവാഹം വേണ്ട എന്നുള്ള ചിന്ത ഉണ്ടായത് എവിടെന്നാണെന്നറിയോ? ഞാൻ പറയും, ചില ഉമ്മമാരുടെ അതിരുവിട്ട സംസാരങ്ങളിൽ നിന്നാണ്. ചില ഉമ്മമാരുടെ അപക്വമായ പെരുമാറ്റങ്ങൾ കൊണ്ടാണ്. അല്ലേ, അടുക്കളയില് നിന്നുകൊണ്ട് ദിക്ർ ചൊല്ലിയാൽ കൂലിണ്ട്, ദിക്ർ ചൊല്ലിയാൽ കൂലിണ്ട്. ഭർത്താവിനെ ചീത്ത പറഞ്ഞ കൂലിണ്ടോ? ഇല്ല. പല പെണ്ണുങ്ങളും അടുക്കളയിൽ പണിയെടുക്കണ എങ്ങനെയാ? ആ ഭർത്താവിനെ ചീത്ത പറഞ്ഞ്, ഉമ്മാനെ അല്ലെങ്കിൽ അവിടുത്തെ അമ്മായിയമ്മനെ കുറ്റം പറഞ്ഞ്, അതല്ലെങ്കിൽ തന്റെ വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാൻ കഴിയാതെ പോയ വിവാഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പണിയെടുക്കണേ. മോളോട് പറഞ്ഞു കൊടുക്ക, മോളെ ഉമ്മ നന്നായി പഠിച്ചുകൊണ്ടിരുന്നാണോന്ന് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും റിസൾട്ടും ഒക്കെ അറിയാൻ പറ്റും. ഉമ്മ പറയാ, ആരോട് പറയാ? മോളോട് പറയാ. എന്താ പറയണേ? എന്റെ ഉമ്മ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല മാർക്കൊക്കെ ഉമ്മക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നിന്റെ വാപ്പ പെണ്ണാണ് വന്നേ. എന്നിട്ടെന്ത് സംബന്ധിച്ച്? വാപ്പ നിർബന്ധിച്ചത് കൊണ്ടാ. അന്ന് കൂട്ടുകാരികളോട് പറഞ്ഞെന്താന്നറിയാം? ഞാൻ ഇപ്പൊ പറഞ്ഞേ, ഓ സമാധാനം എനിക്ക് പഠിക്കേണ്ടത്. അന്ന് പറഞ്ഞു ഉമ്മ, അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉമ്മ അന്ന് കൂട്ടുകാരിയോട് പറഞ്ഞെന്താ? അൽഹംദുലില്ലാ, കല്യാണമായിട്ടുണ്ട്, സ്കൂളിൽ പോകണ്ട, പഠിക്കണ്ട. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മക്കളൊക്കെ തന്റെ ഒപ്പെത്തിയപ്പോ ഉമ്മ പറയാ മക്കളോട്, പഠിച്ചുകൊണ്ടിരുന്നതാ, കല്യാണം കഴിഞ്ഞപ്പോ പഠനമൊക്കെ നടത്തിയിരുന്നു. ഈ കുട്ടി എന്താ വിചാരിക്കുക? കുട്ടി ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ അടുപ്പത്ത് ഇങ്ങനെ തീയൂതറും ഉമ്മാനെ കാണും. ഇടിയപ്പം പുട്ടും അത് തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉമ്മാനെ കാണും. അല്ല, അടുക്കളയിൽ പാത്രം ഓർമ്മ ഉമ്മാനെ കാണും. കുട്ടി എന്താ വിചാരിക്കുക? കുട്ടി വിചാരിക്കുക, വേണ്ടില്ലായിരുന്നു, കല്യാണപ്പൊന്നും വേണ്ട, കല്യാണപ്പൊന്നും. മാപ്പ നിർബന്ധിച്ചിട്ടും കാര്യമില്ല, ഉമ്മ നിർബന്ധിച്ചിട്ടും കാര്യമില്ല. കല്യാണിന്റെ പഠിത്തം കഴിഞ്ഞിട്ട്, ഇന്ന് പല മക്കളും പറയണില്ലേ പഠിത്തം കഴിഞ്ഞിട്ട്. അതിന്റെ ഒരു പങ്കുകാര് കുടുംബക്കാരനെയാണ്, ഒരു പങ്കുകാര് വീട്ടുകാരനെയാണ്, യാതൊരു സംശയമില്ല. എന്താ കാരണം? അവർക്ക് തെറ്റായ ഒരു മെസ്സേജ് നമ്മൾ പങ്കുവെച്ചു കൊടുത്തു. എന്താ പങ്കുവെച്ചേ? വിവാഹം കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റൂല. എന്നാലോ ഇസ്ലാം പഠിപ്പിച്ചു, വിവാഹം കഴിഞ്ഞ സൂപ്പറായിട്ട് പഠിക്കാം. വനിതകളിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതയാരാ? ചിന്തിച്ചു, ആരാ? ആയിഷ ബീവിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതയെന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് സ്വഹാബികൾ പല സംശയങ്ങളും ദൂരീകരിച്ചിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ടാ. അല്ലേ, കളിയാക്കി പറയണ്ടല്ലോ, 30ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു, ഇല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അന്ന് കല്യാണം കഴിഞ്ഞിട്ടേ പണ്ഡിത എന്നാണ് ലോകം ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വിളിച്ചത്. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളൊക്കെ വിചാരിച്ചോ? ഇല്ല, ഒരു തടസ്സവും ഇല്ല പഠനത്തിന്, ഒരു പ്രശ്നവുമില്ല പഠനത്തിന്. പിന്നെ എന്തിനാ പ്രശ്നം അറിയോ? നിങ്ങളുടെ നല്ല ജീവിതത്തിന് പ്രശ്നമാകും. വിവാഹം കഴിക്കാതെയുള്ള വിദ്യാഭ്യാസം മാത്രമായി കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, വിവാഹം കഴിക്കണ്ട എന്ന തീരുമാനമെടുക്കുമ്പോ വിവാഹേതര ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പോകാനത് കാരണമാകും. എന്റെ കാരണം എന്നറിയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു സ്വാഭാവികതയാണ് ഒരു ആണിന് ഒരു പെണ്ണ് എന്നതും ഒരു പെണ്ണിന് ഒരു ആണി എന്നതും. അതൊരു ചിന്തയാണ്, അത് പ്രകൃതിയാൽ അള്ള ഇട്ടുകൊടുത്ത ഒരു സംവിധാനമാണ്, അതൊരു സംശയമില്ല. ആ സംവിധാനത്തെ ഒരു കുട്ടിയുടെ ഒരു പ്രായമാകുമ്പോ കൊതിക്കുകയും വിവാഹമെന്ന ഹലാലായ മാർഗം വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് പിന്നെ കടന്നു വരുന്നത് എന്താ? ഹറാമായ നിഷിദ്ധമായ പ്രേമം പോലെ. അതല്ലെങ്കിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്, ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു എന്ന് ഒരുമിച്ച് ജീവിക്കാന്ന്. ഒരുമിച്ച് ജീവിക്കാന്ന് ഉമ്മാന്റെ വാപ്പാന്റെ കണ്ണെത്താ ദൂരത്ത് പോയി പഠിക്കുന്ന പല മക്കളും ഇന്ന് റൂം ഷെയർ ചെയ്യുന്നത് ആരുടെ കൂടെയാ? ചോദിച്ചിട്ടുണ്ടോ? ഫോൺ വിളിക്കുമ്പോ മോളൊറ്റക്ക, അതല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുമ്പോ ഒറ്റക്ക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒറ്റക്ക,
അത് ഫോൺ ചെയ്യുമ്പോ മാത്ര എന്തേ കാരണം എന്തേ ആ രണ്ടാളെ കണ്ട പിന്നെ അവിടെ പഠിത്തം സമയക്കൂല അല്ലേ? റൂം ഷെയർ ചെയ്യാൻ, കൂടെ നടക്കാൻ, തന്റെ ഒരു ഭർത്താവെന്ന നിലയിൽ തനിക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും നൽകാൻ ഒരു പുരുഷനുണ്ടാകുമ്പോ പിന്നെ എങ്ങനെയാ ഒരു പെൺകുട്ടി വിവാഹത്തിന് സമ്മതിക്കുക? ഞാൻ പറഞ്ഞത് പുറത്തുപോയി പഠിക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെയാണെന്നല്ല, എന്നാ പറയാൻ പറ്റും ഭൂരിഭാഗം അങ്ങനെ ചെയ്യാം. യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. നീ അവര് വേണ്ടെന്ന് വിചാരിച്ചാലും ആ കാലവും ആ രൂപവും അതിന്റെ സാഹചര്യങ്ങളും അങ്ങനെയാണ് എന്നത് മറന്നു പോകാൻ പാടില്ല. സാഹചര്യങ്ങളാണ് പലപ്പോഴും പല തിന്മകളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് UK-യില് പഠിക്കാൻ വിട്ട വാപ്പയും ദീനിയായി ചിന്തിക്കുന്ന വാപ്പയ, ദീനിയായി ചിന്തിക്കുന്ന ഉമ്മയ, ദീനിയായി ചിന്തിക്കുന്ന മകന. പക്ഷെ ഉണ്ടല്ലോ UK പഠിക്കാൻ പോയി, ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. അവരോട് പറഞ്ഞു പോര്, നമുക്ക് ഇവിടെ ജോലി നോക്കാം. അവർ പറഞ്ഞു ഒരു വർഷം ഞാൻ ജോലി ചെയ്യട്ടെ. ഒരു വർഷം പഠനം കഴിഞ്ഞപ്പോ ഒരു വർഷം ജോലി ചെയ്യട്ടെ. ഒരു വർഷം ജോലി കഴിഞ്ഞപ്പോഴോ അവൻ പറയാ ഇവിടെയാണ് സാലറി കൂടുതല്, ഇവിടെയാണ് ജീവിക്കാൻ സുഖം, ഇവിടെയാണ് എന്റെ പഠനത്തിന് ഒത്ത ഒരു ജോലി കിട്ടുക, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് നിന്നോട്ടെ എന്നാണ് ഇന്ന് ഉമ്മാനോട് വാപ്പാനോട് ചോദിക്കണേ. ഉമ്മാനോട് വാപ്പാനോട് ചോദിക്കണ അങ്ങനെയാ, ഞാൻ ഇവിടെ തന്നെ ഒന്ന് ജീവിച്ചോട്ടെ. കുടുംബം വേണ്ട, ഒപ്പമുള്ളവർ വേണ്ട, പ്രതിബന്ധതകളില്ല, റിലേഷൻഷിപ്പ് ഇല്ല, പരസ്പരം ഉള്ള കുടുംബ അംഗങ്ങളെ കുറിച്ച് ചിന്ത വേണ്ട, ഒറ്റത്തടിയായി ജീവിക്കുന്നിടത്തേക്ക് കുട്ടികൾ തീരുമാനിക്കുക. പൈസ മാത്രം മതി എന്ന ഇന്നത്തെ തലമുറയുടെ ചിന്ത. എന്നാലോ കുടുംബം നൽകുന്ന ഇമ്പങ്ങളെ കുറിച്ച് നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കണം. ഉമ്മാക്ക് പറയാൻ പറ്റണം എന്ത് വാപ്പുണ്ടായത് കൊണ്ട് മോളെ അൽഹംദുലില്ലാ ഈ ഉമ്മാക്ക് എന്ത് സുന്ദരായിരുന്നു അറിയോ, ഈ ഉമ്മാക്ക് എന്ത് സുന്ദരായിരുന്നു അറിയോ. വാപ്പ വിവാഹം ചെയ്തപ്പോ അവിടെ തുടങ്ങി ഉമ്മാക്ക് എന്തൊരു സന്തോഷാണ് എന്ന് പറയുന്നിടത്തേക്ക് ഒരു വിവാഹ കുടുംബ ജീവിതത്തിന്റെ ഇമ്പങ്ങളെ, അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ അതിന്റെ നന്മയെ മക്കളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. നമുക്ക് പറ്റണം, ഒരു നെഗറ്റീവ് കൊടുക്കരുത്, എല്ലാം പോസിറ്റീവായി കൊടുക്കാൻ പറ്റണം. മക്കളെ വീക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ വീട്ടിൽ നമ്മൾ നട്ട വാഴ ഉണ്ടല്ലോ, വാഴ, ആ വാഴ നട്ടപ്പോ അത് നല്ലൊരു കൊലയാണ് അത് കായ്ച്ച് നമുക്ക് നൽകിയത്. എന്നാലോ രണ്ടാമത് അതിന്റെ സൈഡിൽ ഇങ്ങനെ കണ്ണൊക്കെ വന്നു, ആ കണ്ണ് മുളച്ചു പൊങ്ങി, അതിങ്ങനെ വലുതായി, അതിൽ നിന്ന് കായുണ്ടായി. പക്ഷേ ആദ്യത്തെ ഗുണുണ്ടായിരുന്നില്ല, ആദ്യത്തെ ഗുണുണ്ടായിരുന്നില്ല. എന്റെ കാരണം ആദ്യം നോക്കിയ വാഴക്കണ്ണ് പോലെ രണ്ടാമത് വന്നതിന് നോക്കിയിട്ടില്ല, രണ്ടാമത് വന്നതിന് നോക്കിയിട്ടില്ല. നമ്മൾ എങ്ങനെ നോക്കുന്നു എന്നതാണ് പ്രസക്തം, നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നതാണ് പ്രസക്തിയുള്ളത്. അതുകൊണ്ട് തട്ടമിടാത്ത ഉമ്മയുടെ മക്കൾ തട്ടമിടാതെ വളരുള്ളൂ. യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ചിന്തിക്കുക, തന്റെ വീട്ടിൽ 3 ഘടകങ്ങളെ നമ്മൾ ശരിയാക്കാം. 3 ഘടകങ്ങൾ. എന്താ 3 ഘടകങ്ങള്? ഒന്ന്, നമ്മുടെ മക്കൾ എന്ത് കാണുന്നു എന്നത് പ്രധാനമാണ്. നമ്മുടെ മക്കൾ എന്ത് കാണുന്നു എന്നത് പ്രധാനമായ കാര്യമാണ്. നമ്മുടെ മക്കൾ എന്ത് കേൾക്കുന്നു എന്നത് പ്രധാനമാണ്. നമ്മുടെ മക്കൾ എന്ത് കളിക്കുന്നു എന്നത് പ്രധാനമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് മനസ്സിലിട്ട് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് കാണുന്നു, എന്ത് കാണുന്നു ചിന്തിക്ക്, അല്ലേ? എന്ത് കാണുന്നു? ആ കാഴ്ച അവരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. ആ കാഴ്ച അവരുടെ ജീവിതത്തെ മാറ്റുന്നുണ്ട്. ഇന്ന് ഒരു കുട്ടി ഉണ്ടല്ലോ, ഒരു കുട്ടി പണ്ടൊക്കെ ഒരു കുട്ടി ഗർഭിണി, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാല് ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് എന്തിനാ? ആദ്യമൊക്കെ എന്തിനാ വിട്ടിരുന്നേ?
ഒരു ചടങ്ങായി, ഇപ്പൊ വിടൽ നിർബന്ധമായി. എന്തിനാ ആദ്യമൊക്കെ വിട്ടിരുന്നേ? എന്തിനാ? ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്ന ആ സമയത്തുള്ള സ്വാതന്ത്ര്യത്തെക്കാളും സമാധാനത്തെക്കാളും ഒരു പെണ്ണിന് സ്വാഭാവികമായും എവിടെ സമാധാനം ഉണ്ടാകും? ആ സ്വന്തം വീട്ടിലുണ്ടാകും. ഒരു ഗർഭിണിയാകുന്ന സമയത്ത് ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? മനസ്സമാധാന. മനസ്സമാധാന. അതെന്തിനൊക്കെ ബാധിക്കും? അത് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും, അത് കുട്ടിയുടെ സ്വഭാവത്തെ ബാധിക്കും, അത് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കും, ഒക്കെ ബാധിക്കും. അപ്പോ വീട്ടില് ഉമ്മാന്റെ കൂടെ സന്തോഷിച്ച് കഥ പറഞ്ഞ് ഉമ്മാന്റെ ഒപ്പം ഇഷ്ടം പങ്കുവെച്ച് ഉമ്മാന്റെ ലാളനകൾ ഏറ്റുവാങ്ങി ഒരു കുട്ടി ഇങ്ങനെ പണ്ടൊന്നും ഈ മിക്സി അടിക്കുന്ന സ്ഥലത്ത് പോലും ആരും നിർത്തൂലായിരുന്നു. ഗർഭിണികൾ നിർത്തൂലായിരുന്നു. ഇന്നിപ്പോ മിക്സി അടിക്കണേനെ ഗർഭിണിയാണ് അല്ലേ? കാലം മാറി, സാഹചര്യം മാറി, ഒക്കെ മാറി അല്ലേ? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുട്ടി അല്ലെ, ഗർഭപാത്രത്തിൽ ചില സ്ത്രീകള് ഗർഭിണിയൊക്കെ ആയി ഏകദേശം പ്രസവിക്കാറാകുമ്പോ ഡോക്ടർ പറയും വെള്ളം കുറവുണ്ട്, അതുകൊണ്ട് ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും, പേടിപ്പിക്കും അല്ലെ? എന്താ കാരണം? ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വെള്ളം, ഈ വെള്ളത്തിലാണ് ആര് കിടക്കണേ? കുട്ടി കിടക്കണേ. ഈ ഗർഭപാത്രത്തിൽ വെള്ളമായതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് കാഴ്ചയില്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ആ കുട്ടിക്കുള്ളത് എന്താ? ആ കുട്ടി കേൾക്കുന്നത് യഥാർത്ഥത്തിൽ അവന്റെ കേൾവിയാണ് കൃത്യമായിട്ടുള്ളത്. എല്ലാം അവന്റെ കേൾവിയാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പോ വീട്ടിൽ നിന്ന് അവൻ എന്ത് കാണുന്നു കേൾക്കുന്നു എന്നത് പ്രധാനമാണ്. എന്താ കാണുന്നത് നമ്മുടെ മക്കള്? നമ്മുടെ മക്കൾ എന്താ കാണുക? ചിന്തിച്ചുകേ. പണ്ടൊക്കെ ഞായറാഴ്ചയില് ഈ ദൂരദർശൻ മാത്രമുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ വീട്ടിലും ടി വി ഇല്ല, എല്ലാ വീട്ടിലും ടി വി ഇല്ല, ചില വീട്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വീട് എന്താണ്? നാട്ടുകാരാൽ നിറഞ്ഞിരുന്നു. ഞായറാഴ്ച 4 മണിയാകുമ്പോ എല്ലാവരും ഇങ്ങനെ നടക്കാം, വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ഏതെങ്കിലും വീടിന്റെ ഔട്ട് ഹൗസിൽ ഇരുന്ന് ഇങ്ങനെ കാണാം. 5 മണിയാകുമ്പോ എല്ലാവരും എഴുന്നേറ്റ് പോകും. എന്താ പ്രശ്നം? 10 മിനിറ്റ് വാർത്ത ഉണ്ട്, വാർത്ത നമുക്ക് കേൾക്കണ്ടല്ലോ. അപ്പോഴെ പോയി നിസ്കരിക്കണേ. നിസ്കരിക്കുന്ന സമയ 5 മണി. നിസ്കരിച്ച് വിക്രു പോലും ചെല്ലാൻ നേരമില്ല. കാരണം എന്താ? ഇതിപ്പോ ബാക്കി എന്തായെന്ന് അറിയില്ലല്ലോ, ഓടി വരാ. ഇന്നിപ്പോ അതൊക്കെ മാറി, വീടകങ്ങളിൽ അത് മാറി. തന്റെ മൊബൈലിന്റെ മുമ്പിൽ അല്ലേ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളില് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ടോ ഇന്ന് ഏത് സിനിമ കാണുന്നുണ്ടെങ്കിലും ഏത് വൃത്തികെട്ട ആ പെട്ടിയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്താ പഠിപ്പിക്കണേ? ഒരു പ്രേമം മസ്റ്റാണ് അല്ലേ? ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ ഉമ്മാന്റെ കണ്ണുനീര് കണ്ട് വപ്പാന്റെ കണ്ണുനീര് കണ്ട് അവന്റെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ചാടിച്ച് വിവാഹം കഴിച്ചാൽ അത് ഹീറോയിസം എന്ന് പരിചയപ്പെടുത്തുന്ന വൃത്തികെട്ട സംസ്കാരത്തെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഇല്ലേ? എന്നിട്ടോ ഇത് കാണുന്ന മുമ്പിൽ ഇരുന്നിട്ട് കൈകൊട്ട. എപ്പോ ഈ പെണ്ണിന്റെ ഉമ്മാനെ കാണാതെ ചെറുക്കൻ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് പോണ കാണുമ്പോ ഈ പെണ്ണിന്റെ ബാക്കിലിരിക്കുന്ന പെണ്ണിന്റെ ഉമ്മ മുമ്പിലിരുന്ന് കൈകൊട്ട. സൂപ്പർ നിങ്ങൾ ആലോചിക്ക്. എന്നിട്ടോ മോള് ചിന്തിക്ക, എന്റെ ഉമ്മാന്റെ സൂപ്പർ ഇതാണല്ലേ, എങ്കിലും ഞാനും ശരിയായി കൊടുക്കാം. കുറെ ദിവസമായി ഒരു ചെറുക്കൻ എന്നോട് ഇഷ്ടാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഉമ്മാക്ക് എന്ത് വിചാരിക്കും വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ സൂപ്പറാണെങ്കിൽ ഞാൻ പറയാ എന്ത് എനിക്കിഷ്ടാണ് തോന്നും. അങ്ങനെ പിറ്റേ ദിവസം പോയി ലെറ്റർ തിരിച്ചു കൊടുത്തു. ഇഷ്ടാണ് എനിക്കിഷ്ടാണ്. ഇനിയോ പോവുകയാണെങ്കിൽ സമ്മതം ചോദിച്ചൊന്നും പോകരുത്, ചാടിച്ചുകൊണ്ടോ കേട്ടോ. കാരണം സമ്മതം ചോദിച്ച എന്റെ ഉമ്മാക്ക് ഇഷ്ടക്കേടാണ്. എന്റെ ഉമ്മ കൈ കൊട്ടിയതേ ആ ചാടിച്ചു കൊണ്ടുപോയപ്പോഴാ. എന്തേ കണ്ടത്? വീട്ടിൽ നിന്ന് എന്തേ കണ്ടേ? ഒരു മോള് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മ ചിന്തിക്കണം, എന്റെ വീട്ടിൽ നിന്ന് എന്റെ മകൾ എന്താ കണ്ടേ? ഈ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്തും അല്ലേ? കേബിളുകാരന് കേബിളിന്റെ ആൾക്കാരുടെയൊക്കെ
പണി പോകാൻ പോ 1 മാസം കഴിഞ്ഞ കട്ട് ചെയ്യണോട്ടോ വിളിച്ചു പറയാ, കട്ട് ചെയ്യണോട്ടോ ഉണ്ടോന്ന് അറിയില്ലട്ടോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതുണ്ടാവൂല. ഇപ്പൊ അതുണ്ടാവൂല. കാരണം എന്താ, പണിയൊക്കെ നേരത്തെ കഴിച്ചു വെച്ചാ പിന്നെ കുറച്ചേരം കണ്ടാ എന്താ സമയം പോണ്ടേ, നോമ്പ് തീരണ്ടേ, കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കണവരുണ്ടാകും. നോമ്പ് ഉണ്ടാകൂല, എന്റർടൈൻമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വിശപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊന്നും ഉണ്ടാവൂല. അല്ലേ, കേബിളുകാരന്റെ പൈസ കൊടുത്ത പൈസ അന്ന് ചോദിക്കൂലേ, എന്തിനാ ചങ്ങാതി കൊടുത്തേ, വീട്ടിൽ അരി വാങ്ങാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞ് പലരോടും ചോദിച്ചു. കേബിളുകാരന് കൊടുക്കാൻ പൈസ ഉണ്ട് പല വീട്ടിലും. അങ്ങനെയല്ലേ ഇന്നത്തെ കാലം. ചിന്തിക്കണേ, ഇതൊക്കെ കണ്ടാണ് നമ്മുടെ മക്കള് വളരണമെങ്കിൽ ആ മക്കൾ എങ്ങനെ നന്നാവാ, ആ മക്കൾ എങ്ങനെ നന്നാവാ. കള്ളു കുടിച്ച് സിഗരറ്റ് ചുണ്ടിൽ വെച്ച് സ്കൂളിൽ പോയി അടിയുണ്ടാക്കുന്നതാണ് ഹീറോയിസം എന്ന് പഠിപ്പിക്കുന്ന വൃത്തികെട്ട സിനിമകളിൽ നിന്ന് പാഠം പഠിക്കുന്ന പുതുതലമുറക്ക് എങ്ങനെയാ സംസ്കാരം ഉണ്ടാകാം? അപ്പൊ എവിടെന്നാ മാറണ്ടേ? വീടകങ്ങളിൽ നിന്നാ മാറണ്ടേ? ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. പക്ഷെ ഉൾക്കൊള്ളാൻ ഒരു സമയം വരും. വീട്ടിൽ ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ വേണ്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരും. വേണ്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയം വരും. അങ്ങനെ ഗൾഫുകാരന്റെ വീട്ടിൽ വന്നു. വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ +2 പഠിക്കണ മോന് നിർബന്ധം എന്ത് വേണം? മൊബൈൽ വേണം. അപ്പൊ പറഞ്ഞില്ല, ഇല്ല, മോനൊരു ഡിഗ്രി എത്തി, മോനിക്ക് സ്വയം ഈ മൊബൈൽ എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് അതിന്റെ കൃത്യമായ നന്മയും തിന്മയും ബോധ്യപ്പെടണവരെ ഇല്ല ഉപ്പച്ചു വാങ്ങിത്തരില്ലട്ടോ എന്ന് പറഞ്ഞു ഉപ്പാനോടെ. ഉമ്മ ഇങ്ങനെ പറഞ്ഞ് ഉമ്മയുടെ നിർബന്ധം മോനൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കണം. അവസാനം ഗതികെട്ടൊരു മൊബൈൽ വാങ്ങിക്കൊടുത്തു. പിന്നെന്തുണ്ടായേ സുബഹിക്ക് പള്ളിയിൽ പോയിരുന്ന മോൻ പിന്നെ പള്ളി പോണില്ല. നല്ല കാര്യങ്ങളിലേക്ക് വിളിച്ചാൽ കല്യാണത്തിനൊക്കെ ഉമ്മാനെ കൊണ്ടുവരുന്നവനില്ല. ഉമ്മ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പോയാൽ ഒറ്റപ്പെട്ട വീട്ടിൽ ഒറ്റക്ക് ഇരിക്കാൻ വലിയ ഇഷ്ടം മോന്. അങ്ങനെ കുറെ എന്താ എന്റെ മോന് പറ്റിയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു ദിവസം തന്റെ അനിയത്തി കുളിക്കുന്നതിനിടയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അനിയത്തി ഒച്ചുണ്ടാക്കിയപ്പോ അനിയത്തിക്ക് ഈ പാറ്റേനെ പല്ലിനൊക്കെ പേടിയാ. ഉമ്മ പറഞ്ഞു, മോളെ പാറ്റ പല്ലിക്കോട് പോയിക്കോ, നീ എന്തിനും ഒച്ചുണ്ടാക്കണേന്നാണ്. ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോണ്ടല്ലോ അനിയത്ത് വേഗം ഉടുപ്പൊക്കെ ഇട്ട് വേഗം ഓടി വന്നിട്ട് ഉമ്മാനോടൊരു കാര്യം പറയാ. എന്താ കാര്യം? എന്റെ കാക്ക ഞാൻ കുളിക്കണത് വീഡിയോ പകർത്തിയത്രേ. എന്റെ കാക്ക ഞാൻ കുളിക്കണത് വീഡിയോ പകർത്തിയത്രേ. അല്ലേ, ഓടിച്ചെന്ന് ആ മോന്റെ മുഖത്തടിച്ച് ഒരു റൂമിൽ കിടത്തി. ആ റൂമിന്റെ കുറ്റി പുറത്തുനിന്ന് കുറ്റിയിട്ട് താഴിട്ട് കൂട്ടിയിട്ട് വാപ്പാനെ, ഗൾഫിലുള്ള വാപ്പാനെ വിളിക്കുക. നാളെ തന്നെ നിങ്ങൾ ഇവിടെ വരണട്ടോ, അല്ലെങ്കിൽ ഞാൻ എന്റെ മോൾ ഇവിടെ ജീവിക്കൂല, ഞങ്ങൾ എല്ലായിടത്തേക്ക് ഇറങ്ങി പോകട്ടോന്ന്. നിങ്ങൾ ആലോചിച്ചേ, വേണ്ടാന്ന് പറഞ്ഞതാ വാപ്പ. അതെന്റെ മോന് വാങ്ങിക്കൊടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞ വാപ്പയാ, പക്ഷെ നിർബന്ധിച്ചത് ഉമ്മയാ. കാലഘട്ടം അറിയാത്ത, ലോകമറിയാത്ത പല പെണ്ണുങ്ങളും വീട്ടിലുണ്ട്. മക്കളും പറയണൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കണേ. നമ്മൾ 2 വയസ്സുള്ള കുട്ടിന്റെ അടുക്കല് നമ്മൾ നല്ല മൊബൈൽ കൊടുക്കൂല. എന്താ കാരണം? ആ കുട്ടി ആ മൊബൈൽ നിലത്തിട്ട് പൊട്ടിക്കും. ആ കുട്ടിക്ക് അറിയില്ല. 10ലും 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 9ലും പഠിക്കണ കുട്ടിക്ക് അറിയില്ല നന്മയേത് തിന്മയേത് എന്ന്. അവര് കാണുന്നതൊക്കെ നന്മയാണ് എന്ന് ചിന്തിച്ചിരിക്കുക. ഇവിടെയൊക്കെ ഒരു നിയന്ത്രണം വരുത്താൻ നമുക്ക് പറ്റണം. അല്ലെങ്കിലോ നമ്മളൊക്കെ ഖേദിക്കേണ്ടി വരും, നമ്മളൊക്കെ വിഷമിക്കേണ്ടി വരും, നമ്മളൊക്കെ പ്രയാസപ്പെടേണ്ടി വരും. ഇതൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല സത്യങ്ങളുമാണ്. അല്ലേ, സ്വന്തം വർഗത്തിൽപ്പെട്ടവന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാല. ആണ് ആണിന്റെ കൂടെ, പെണ്ണിന്റെ കൂടെ, എന്നിട്ട് ഓരോ പേര് വിളിച്ച് അതിനെയൊക്കെ ന്യായീകരിക്കുക. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടുന്ന് പറയാ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നത്. അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ. നബി അലൈഹിസ്സലാമയുടെ ജനതയിൽ ആ ജനതയെടുത്തിട്ടുള്ള അമല് ആരാണോ ചെയ്യുന്നത് അവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ പണി എന്നറിയോ? ആണും ആണുമായിട്ട് സ്വർഗ്ഗരതിയിൽ ഏർപ്പെടുക, പെണ്ണും പെണ്ണുമായി തന്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുക. ആണിന് പെണ്ണു വേണ്ട, പെണ്ണിന് ആണ് വേണ്ട. അവരിങ്ങനെ അവരുടെ ലിംഗം അവരുടെ ഓരോ വർഗത്തില് ഓരോ രീതിയിൽ ജീവിക്കണമെന്ന് അവരിങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെ തുടങ്ങിയെന്നറിയോ? യൂറോപ്പിൽ നിന്നാണ്, അമേരിക്കയിൽ നിന്നാണെങ്കിൽ ഇന്ന് അമേരിക്ക ഉറക്കെ വിളിച്ചു പറയാ ഇവിടെ 2 ജെൻഡർ മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ജെൻഡർ മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ആണ്, ഒന്നില്ലെങ്കിൽ പെണ്ണ്. ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബ സംവിധാനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് യൂറോപ്യൻ തലമുറകൾ മാറി ചിന്തിക്കുമ്പോ അവിടുന്ന് കടന്നു വന്ന ആശയങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇടം പിടിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ ദൂഷ്യവശങ്ങളും അപകടങ്ങളും ഒക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും ഇവിടെ ആകെ തൂഫാനായിട്ടുണ്ടാകും, ആകെ നശിച്ചിട്ടുണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. അമേരിക്കയിലൊക്കെ ഫാദർലെസ് അമേരിക്ക, വാപ്പാനറിയാത്ത മക്കള് ജീവിക്കുന്ന അമേരിക്കയാണ്. കാരണം എന്താ? ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു പുരുഷന്റെ കൂടെ ഒരാഴ്ച ജീവിക്കും? ഇല്ല. കല്യാണമൊന്നുമില്ല, കല്യാണമൊന്നും വേണ്ട, ഭാര്യ ഭർത്താവ് എന്ന സങ്കല്പമൊന്നും വേണ്ട, അല്ലെങ്കിൽ ഉത്തരവാദിത്വമൊന്നും വേണ്ട. എനിക്ക് ചെലവിന് തരണ്ട, നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരണം, ഭക്ഷണം ഉണ്ടാക്കി തരണം, അതിന്റെ ഡ്യൂട്ടിയല്ല. അതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് മാത്രം മതി എന്ന രൂപത്തിൽ ജീവിച്ചപ്പോ അവിടെ പല മക്കൾക്കും തന്തയാരാണെന്ന് അറിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൽ, ഇന്ത്യയിൽ ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കണേ. എങ്ങനെയാകുമ്പോ ഈ റിലേഷൻഷിപ്പ് മതി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഭാര്യ ഭർത്താവാണോ? അല്ല, ഞങ്ങൾ റിലേഷൻഷിപ്പില്ല ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയണ അങ്ങനെയാ. എന്തപകട ഒരു തലമുറയെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ലെസ്ബിയനിസം അഥവാ LGBTQ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കാം. എന്താണ് ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ? ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെ കൂടെ അവളുടെ ലൈംഗിക അഭിവൃദ്ധികൾക്ക് വേണ്ടി, ലൈംഗിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിച്ച്, പെണ്ണും ഒരുമിച്ച് ജീവിച്ച് തന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു സ്വഭാവ വൈകൃതത്തെയാണ് എന്ത് പറയാ? ലെസ്ബിയനിസം എന്ന് പറയാ, ലെസ്ബിയനിസം എന്ന് ഒക്കെ പറയാ. മുസ്ലിമിയുടെ കാലഘട്ടത്തിൽ അതിനെ സുദൂമിയ എന്നും ലിവാത്ത് എന്നും ഒക്കെ വിളിച്ചിരുന്നു. അതിന്റെ ഒരു തരത്തിലുള്ള ഒരു പുതിയ മുഖമാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കണേ. എന്താ പരിഹാരം? മക്കളെ ബോധവൽക്കരിക്കുക എന്നതാണ്. മക്കളെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക എന്നതാണ്. വിവാഹത്തിന്റെ സുരക്ഷിതത്വവും വിവാഹത്തിലൂടെ കിട്ടുന്ന ആ ഭംഗിയുള്ള കുടുംബ ജീവിതത്തിന്റെ മനോഹരമായ ചിത്രവും വരച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ്. നെഗറ്റീവ് പറയെളുപ്പ, പോരായ്മകൾ പറയെളുപ്പ. എന്നാലോ ഒന്നിങ്ങനെ വീണിട്ടേ, ഒന്നിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ് ഭാര്യനെ കുറിച്ച് പറഞ്ഞതാ. അവള് പറയാ എനിക്ക് ഭർത്താവ് വേണ്ടാന്ന് പറഞ്ഞ ഭാര്യക്ക് മെന്റലി എന്തൊരു പ്രോബ്ലമാണ്, ശാരീരികമായ മെന്റലി എന്ത് പ്രോബ്ലമാണെന്ന് മനസ്സിലാക്കിയ ഭർത്താവ് പറയാ എന്റെ ഭാര്യയെ ഒന്ന് ചികിത്സിച്ചു നോക്കിയാലോ, അവളെ ഒന്ന് ചികിത്സിച്ചാൽ ഒരുപക്ഷെ അവളുടെ രോഗം മാറിയാലോ. ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ അവളുടെ കൂടെ, എന്റെ കൂടെ അവൾക്കും അവളുടെ കൂടെ എനിക്കും ഇനിയും ജീവിക്കാലോ. ഈ ഒരു സുരക്ഷിതമായ ജീവിതം വിവാഹത്തിലൂടെ മാത്രമേ കിട്ടൂ. ഒന്ന് തളരുമ്പോ കൈത്താങ്ങാനും, ഒന്ന് ക്ഷീണിക്കുമ്പോ ആ ക്ഷീണത്തെ ഒപ്പം പണിയെടുത്തു കൊടുത്ത് പരസ്പരം ഒന്ന് സഹകരിക്കാനും, ഒന്ന് ചേർത്ത് പിടിക്കാനും, ഒന്ന് തലോടാനും, ഒന്ന് അടുത്ത് ചേർത്ത്
നിർത്തിയിരുത്തി ഗുണദോഷിക്കാനും ഒരു ഭർത്താവ് എന്ന കൃത്യമായ സങ്കല്പം നൽകുന്നത് ഒരു കാമുകന് ചെയ്യാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും അവിഹിത ബന്ധങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഒരു കമന്റ് കേട്ടത്, എന്താ, ആ കാമുകൻ അവൻ നിന്നോട് നിനക്ക് ചെലവിന് തരുന്നില്ല, നിന്റെ ഭർത്താവാണ് നിനക്ക് ചെലവിന് തരുന്നത്. ഈ കാമുകൻ നിന്നോട് സംസാരിക്കും, പക്ഷേ നിനക്ക് ചെലവിന് തരുന്നത് നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് നീ കൃത്യമായി ശ്രദ്ധിക്കുക. അവനോടുള്ള ഉത്തരവാദിത്വത്തെ നീ പരിഗണിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഒരു വിഷയമാണ്. എന്താണെന്നറിയോ? അലാ ഉമ്മത്തി അമലു ഖൗമി ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഈ സ്വർഗ്ഗരതി എന്ന അമല് ഈ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ചിന്തിക്കുക, അതുകൊണ്ട് ആലോചിക്കയില്ല. എന്റെ മക്കളെ ഞാനിത് പറഞ്ഞു കൊടുത്ത് കൃത്യമായി ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ ലിബറലിസം, യുക്തിവാദികൾ ശരിക്കും ഒരു യുക്തിയുമില്ല. എന്താ അവരുടെ വാദം അറിയോ? അതിന്റെ ഒക്കെ വലിയ തലതട്ടപ്പന്മാരൊക്കെ ഇന്ന് മാധ്യമങ്ങളിൽ നിന്നിട്ട് പറയാ, എനിക്ക് തോന്നുന്നതാണ് നന്മ, എനിക്ക് തോന്നുന്നതാണ് തിന്മ. അയാൾ പറയാ, എന്റെ ഭാര്യക്ക് വേറൊരുത്തന്റെ കൂടെ ജീവിക്കണം എന്നാ തോന്നണമെങ്കിൽ അതവളുടെ നന്മയാണത്രേ. എന്താ, എന്റെ ഭാര്യക്ക്, അയാൾ പറയാ, അയാളുടെ ഭാര്യക്ക് വേറൊരുത്തന്റെ ഒപ്പം കൂടെ ജീവിക്കണമെങ്കിൽ അതാ നന്മാന്ന്. ഒരു ഉപ്പാക്ക്, ഒരു ഫാദറിന് സ്വന്തം മകളെ ഭോഗിക്കണമെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ നന്മയാണ്. അതിനെ കുറ്റം പറയാൻ പാടില്ല, അതിനെ തെറ്റെന്ന് വിളിക്കാൻ പാടില്ല. എന്താ ഈ യുക്തിവാദികൾ സമൂഹത്തിന് നൽകുന്ന നന്മ? എന്താ ഈ യുക്തിവാദികൾ സമൂഹത്തെ പഠിപ്പിക്കുന്ന ധർമ്മം? മതം വേണ്ട, അതല്ലെങ്കിൽ മത ആശയങ്ങൾ വേണ്ട. പ്രത്യേകിച്ച് യുക്തിവാദികളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാം വേണ്ട എന്നാണ്, അല്ലേ? ചിന്തിച്ചു നോക്കിയേ. അതെ, എല്ലാ യുക്തിവാദികളും അവരുടെ പേരിന്റെ മുമ്പിൽ എക്സ് മന്ത്രി എന്ന് പറയുന്ന പോലെ എക്സ് യുക്തിവാദി എന്നല്ല പറയണേ, എക്സ് മുസ്ലിം എന്നല്ല പറയണേ. എന്തേ മുസ്ലിം ഇല്ലാതെ, മുസ്ലിം എന്ന പേര് ഉച്ചരിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അവരുടെ വാദങ്ങൾക്ക് ഇവിടെ ഒരു മൈലേജ് കിട്ടണമെങ്കിൽ മുസ്ലിമിന്റെ കൂട്ടുപിടിക്കണം എന്നറിയുന്ന യുക്തിവാദി ഒരു കൃത്യമായ അജണ്ട വെച്ചിട്ടാണ് ഇസ്ലാമിന്റെ പേര്, മുസ്ലിമിന്റെ പേര് ഉച്ചരിക്കുന്നത്. എന്താ അവർ പറയണേ? ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഒരാൾക്ക് നന്മ എന്ന് തോന്നുന്നത് നന്മ, ഒരാൾക്ക് തിന്മ എന്ന് തോന്നുന്നതാണ് തിന്മ. നിങ്ങൾ ചിന്തിച്ചൊക്കെ, ഒരു യുക്തിവാദി ഒരു കച്ചവടം തുടങ്ങിയാലോ? ഒരു യുക്തിവാദി ഒരു ഓഫീസ് തുറന്നു എന്ന് വിചാരിക്കുന്നത്, ഒരു കച്ചവടം തുടങ്ങി യുക്തിവാദി. ഇപ്പൊ കട തുറക്കണ ഒരു പയ്യനുണ്ട്, അതുപോലെ കടയില് പല സ്റ്റാഫുകളുണ്ട്. 7 മണിക്ക് ഒരാൾ വന്നതിന്റെ ഷട്ടർ തുറക്കണം, 8 മണിയാകുമ്പോഴേക്കും അതിന്റെ ക്യാഷ് കൗണ്ടറിലേക്ക് ഒരാൾ വരണം. സെയിൽ ചെയ്യാൻ 10 മണിയാകുമ്പോഴേക്കും ഒരു വാഹനത്തിൽ ഒരു ഡ്രൈവർ വരണം. ഇങ്ങനെയൊക്കെയുള്ള പണിക്കാരുണ്ട്. ഒരു ദിവസം ഷട്ടർ 7 മണിക്ക് തുറന്നിട്ടില്ല, ഷട്ടർ 10 മണിക്കാ തുറക്കണേ. 10 മണിക്ക് വരേണ്ട ആള് 4 മണിക്കാ വരണേ. 4 മണിക്ക് അടയ്ക്കേണ്ട കട അന്ന് അടച്ചിട്ടില്ല, അയാൾ ഇഷ്ടം പോലെ പകുതി വെച്ച് ഇറങ്ങിപ്പോയി. ഈ സ്റ്റാഫിനെ വിളിച്ചിട്ട് യുക്തിവാദി ചോദിച്ചു, അല്ല എന്റെ 7 മണിക്ക് തുറക്കാതിരുന്നേ? അയാൾ പറയാ, അല്ല എനിക്ക് തോന്നിയത് 10 മണിക്ക് തുറക്കാനാ, അതാണ് എനിക്ക് നന്മയായിട്ട് തോന്നിയത്. 10 മണിക്ക് തുറക്കാമെന്ന് പറഞ്ഞ കട, അല്ലെങ്കിൽ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞ ഡ്രൈവർ 4 മണിക്ക് വന്നാലോ? അയാൾ പറയാ, എനിക്കതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം എങ്ങനെ ഉണ്ടാകും? എത്ര ദിവസം ഉണ്ടാകും? 2-3 ദിവസം ഉണ്ടാകും, അല്ലെങ്കിൽ കൂടിയൊന്നൊരു മാസം കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞത് കൂട്ടേണ്ടി വരും. എന്നിട്ട് യുക്തിവാദി പറയാ, അതാണ് ധർമ്മമെന്ന്. എന്നാൽ ഇതാണ് ധർമ്മം? അല്ല. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്, മനുഷ്യനെ സൃഷ്ടിക്കാന്ന് മാത്രല്ല, 24 മണിക്കൂർ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയത്തെ സംവിധാനിച്ച റബ്ബ്. നിങ്ങൾ ആലോചിച്ചു,
നിൽക്കണില്ല. നിന്ന കഥ കഴിഞ്ഞു. അത് യുക്തിവാദിയുടെ കഴിഞ്ഞു, ലിബറൽ വാദിയുടെ കഴിഞ്ഞു, മതം വേണ്ട എന്ന് പറയുന്ന ആളുകളുടെയും കഴിഞ്ഞു. മതം മനുഷ്യരെ മയക്കുന്ന കറുപ്പാണ് എന്ന സിദ്ധാന്തം ലോകത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുടെയും കഴിഞ്ഞു. എല്ലാവരും കഴിഞ്ഞു. അതൊന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തേ അത് നിർത്തണ്ട എന്ന് പറയാൻ പറ്റാതെ, അത് എന്റെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റാത്തന്തേ, അതിനെ നിർത്താണ്ടെന്ന് വിചാരിക്കുന്നിടത്തേക്ക് അവന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തന്തേ. അപ്പൊ അവിടെ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്, ഒരു രക്ഷിതാവുണ്ട്, ഒരു നിയന്താവുണ്ട് അല്ലേ? അവനാണ് റബ്ബ്, അവനാണ് അല്ലാഹ്. അവനാണല്ല മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും സംവിധാനിച്ചവൻ. അല്ല, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട്, അതിലൊക്കെ വലിയ അത്ഭുതങ്ങളുടെ കലവറയുണ്ട് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് മനുഷ്യ ശരീരത്തെ കുറിച്ച് ആരെങ്കിലും പഠനം നടത്തിയാൽ അല്ലാഹു അക്ബർ എന്ന് പറയാനല്ലാതെ, റബ്ബേ നീ വലിയവനാണ് എന്ന് പറയാനല്ലാതെ, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനല്ലാതെ, അല്ലാഹുവിനെ ധിക്കരിക്കാൻ ആർക്കാ കഴിയാം? ആർക്കും കഴിയില്ല. പിന്നെങ്ങനെയാ അങ്ങനെയൊക്കെ ചെയ്യാം? കണ്ണടച്ച് ഇരുട്ടാക്കി പലതും അല്ലെ സ്വന്തം നീതിക്കും ന്യായത്തിനും എതിരായി വാദിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ അതൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കേണ്ടത്, അതുകൊണ്ട് ആലോചിക്കേണ്ടത്, നമ്മുടെ റബ്ബ് നമുക്കൊരു നീതി പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ റബ്ബ് നമുക്കൊരു ന്യായം പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ റബ്ബ് നമുക്കൊരു വ്യവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ റബ്ബ് ഒരു കൃത്യമായ ദീനിനെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ദീനാണ് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം എന്ന് പറയുന്നത്. ആ ദീനാണ് അന്ന് സ്വീകരിക്കുകയുള്ളൂ. ആ ദീൻ പുൽകി ജീവിച്ചാലാണ് വിജയം ലഭിക്കുകയുള്ളൂ. ആ ദീനിന് മാത്രമാണ് അന്നുള്ളത്, നിർഭയത്വമുള്ളത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരെങ്കിലും ആ ദീനിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, അതിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പേടിക്കണ്ട, വിഷമിക്കണ്ട എന്ന് അല്ലാഹു പഠിപ്പിച്ചത് അവിടെയാണ്. അതുകൊണ്ട് ദീനിനെ ഉൾക്കൊള്ളാൻ കഴിയണം. വീട്ടിൽ നല്ല സാഹചര്യം ഉണ്ടാകണം. വീട്ടിൽ ലഹരി ഉപയോഗിക്കാത്ത വാപ്പുണ്ടായിരിക്കണം. ലഹരിയെ പ്രൊമോട്ട് ചെയ്യാത്ത ഉമ്മുണ്ടായിരിക്കണം. ലഹരി വിറ്റ് കിട്ടുന്ന ഹറാമിന്റെ പണം വീട്ടിൽ ചെലവഴിക്കാത്ത വാപ്പുണ്ടായിരിക്കണം. ആലോചിക്കേ, സിഗരറ്റ് വിൽക്കണവരൊക്കെ പറയാ ആകെ 20 പൈസ ലാഭമുള്ളൂ. നമ്മൾ ചോദിക്കാറുണ്ട്, എന്തിനാ ചങ്ങായി പിന്നെ വിൽക്കണേ? അല്ല, സിഗരറ്റ് വിറ്റാലേ പാല് പോകുള്ളൂ. പാലിന് എന്ത് കിട്ടുന്നുണ്ട്? പാലിന് 20 പൈസ കിട്ടണുള്ളൂ. ആ പാല് വിൽക്കണത് പാല് വിറ്റാലേ മറ്റേത് പോകുള്ളൂ, അത് പോകുള്ളൂ, ഇത് പോകുള്ളൂ. ആലോചിക്കേ, ഈ സിഗരറ്റ് വിറ്റാലേ ഇതൊക്കെ പോകുള്ളൂ എന്ന് ചിന്ത, ഈ ഹറാമ് വിറ്റാലേ ഇതൊക്കെ പോകുള്ളൂ എന്നുള്ള ചിന്ത. എന്നിട്ടോ ഈ ഹറാമ് വിറ്റതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് മക്കളെ പൂറ്റിയ ആ മക്കളെങ്ങനെ നന്നാവുക സഹോദരങ്ങളെ? ആ മക്കളെങ്ങനെ വിജയിക്കുക? ആ മക്കളെങ്ങനെ നന്നായി വളരാ? അതുകൊണ്ട് ഉപ്പാന്റെ കൈ പിടിച്ച് സിഗരറ്റ് വലിക്കണം ഒപ്പണെങ്കിൽ മക്കളെ നിങ്ങൾ പോയിട്ട് ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് പഴപ്പിച്ച് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ വേണ്ടട്ടോ, ഇത് വലിക്കണ്ടട്ടോ. ഭാര്യ പറയണം, കാക്ക നിങ്ങളിതൊന്ന് ഒഴിവാക്കണേ, നിങ്ങൾ ഒഴിവാക്കണേ, എന്നെ ഓർക്കണ്ട, മക്കളെ ഓർത്തെങ്കിലും ഒഴിവാക്കണേ. നിങ്ങൾ സിഗരറ്റാണ് വലിക്കണമെങ്കിൽ, നിങ്ങൾ ബീഡിയാണ് വലിക്കണമെങ്കിൽ നാളെ മക്കൾ MDMഉം ഹാൻസും അതല്ലെങ്കിൽ അതുപോലെ ആധുനിക ലോകത്ത് കിട്ടുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് കടന്നു വരാ. അതുകൊണ്ട് സൂക്ഷിക്കണേ. ഉമ്മാന്റെ സ്നേഹം അറിയാതെ പോയത് ലഹരി ഉപയോഗിച്ചത് കൊണ്ടാ. ഉമ്മയെന്ന പെറ്റ ഉമ്മയെ സ്നേഹിക്കാത്ത മക്കളില്ല. പക്ഷേ ആ ഉമ്മയെ പോലും മറന്നു പോകുന്നിടത്തേക്ക് ഒരു മകന്റെ ചിന്തയെ മാറ്റിയത് ലഹരിയ. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഉമ്മ കള്ളു കുടിച്ചിരിക്കണേ. മകൻ ചോറ് ചോദിച്ചപ്പോ ചോറ് കൊടുത്തു. ചോറ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? മകന്റെ ആവശ്യം, നിർബന്ധം, അവന്റെ സ്വരം ഒക്കെ മാറിയപ്പോ വേവാത്ത ചോറ് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടല്ലോ. ആ ചൂടുള്ള ചോറുമ്മാന്റെ മേത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ
അയലിൽ കിടന്നിരുന്ന നനഞ്ഞ തോർത്തെടുത്ത് ഉമ്മാന്റെ ശരീരത്തിൽ അടിച്ച് ആ ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊലിച്ച് ആ ഉമ്മ പെടഞ്ഞിങ്ങനെ മരിക്കണത് ലഹരി ബാധിതനായ ഈ മോൻ കൺമുമ്പിൽ കണ്ട് വീട്ടിൽ നിന്നത് കണ്ടു പെങ്ങൾ ഓടിച്ചെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരും ഈ പെങ്ങളും കൂടി വീട്ടിലേക്ക് വരുമ്പോ വീടിന്റെ മുമ്പിലെ ടാപ്പ് തുറന്ന് ഉമ്മാന്റെ ചോര ശരീരത്തിൽ നിന്ന് കഴുകിക്കളയുന്ന മോനെയാണ് കണ്ടതെങ്കിൽ ഒരിക്കലും ഉമ്മാനെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല. ഉമ്മാനെ കൊല്ലണമെന്ന് ഒരു മോനും വിചാരിക്കൂല. പക്ഷേ അതിന്റെ ഉള്ളിൽ ചെന്ന ലഹരി ഉണ്ടല്ലോ, അവന്റെ ബുദ്ധിയെ മരവിപ്പിച്ച് ഉമ്മയെപ്പോലും മനസ്സിലാക്കാത്ത രൂപത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ലഹരിയെ കുറിച്ച് നമുക്ക് നിസ്സാരതയാ. ഞാനൊരു ബീഡിയല്ലേ വലിക്കണുള്ളൂ, അതിനിപ്പോ എന്താ? ഞാനൊരു സിഗരറ്റല്ലേ വലിക്കണല്ലോ, അതിനിപ്പോ എന്താ? ഇങ്ങനെയൊക്കെ വലിച്ചു തുടങ്ങിയവരാ അതിന്റെ ഉള്ളിൽ കഞ്ചാവ് ചുരുട്ടി വലിക്കാൻ തുടങ്ങി. എത്ര മക്കളാ റമദാൻ മാസത്തില് തറാവീഹ് എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടെ പള്ളി കോമ്പൗണ്ടിന്റെ ഇരുട്ടുള്ള മൂലകളിൽ ചെന്ന് കഞ്ചാവ് വലിച്ചു പിടിച്ച എത്ര മക്കളെയാ നമ്മുടെ കൗമിന്ന് പിടിച്ചിട്ടുള്ളേ. അല്ല, റമദാൻ മാസത്തിലെ നോമ്പ് പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്കൊന്നും പറഞ്ഞിട്ട് ഈ കഞ്ചാവ് വലിക്കണ എവിടുന്നതൊക്കെ ഉണ്ടായേ ചിന്തിക്കണ്ടേ. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയും ഒരു ശ്രദ്ധയും നമുക്കുണ്ടായിരിക്കണം. നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എത്ര മാതാപിതാക്കളുടെ മക്കൾ ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് ചിന്തിച്ചു നോക്കിയേ. എത്ര മക്കളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ വിളിച്ചാ വരൂല, എന്നാലും അവൻ വിളിക്കുന്നിടത്തൊക്കെ നമ്മൾ പോകണ്ടല്ലോ. ഉണ്ട്. നമ്മൾ വിളിച്ചെടുത്ത മഞ്ഞിൽ എന്റെ കാരണം ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞു മക്കളുണ്ടല്ലോ, ഉമ്മ വിളിച്ചപ്പോ വന്ന മക്കളുണ്ടല്ലോ, അവര് നല്ല മക്കളാ. അവർക്ക് സുഖപ്രദാനം ചെയ്യുമാകട്ടെ. നിങ്ങളടിച്ച് ഉമ്മ വാപ്പയൊക്കെ ഒരു നല്ലതിന് വിളിക്കുമ്പോ ഉമ്മ ഞാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഉമ്മാന്റെ കൈ പിടിച്ചിങ്ങനെ ഓടി വരുന്ന മക്കളുണ്ടല്ലോ, നല്ല മക്കളാ. നമ്മുടെ മക്കള് ചീത്താന്നല്ലോ ഞാൻ പറഞ്ഞത്. അവരൊക്കെ നല്ല മക്കളാകണം. പക്ഷെ പണി നമ്മൾ എടുക്കണം. വീട്ടിലേക്ക് കടന്നു വന്ന മകനോട് ചോറ് കഴിച്ചിട്ട് ഉറങ്ങിയാൽ മതി എന്ന് പറയുന്ന ഉമ്മല്ല. ചോറ് കഴിച്ചില്ലെങ്കിൽ, ഒരു ദിവസം കഴിച്ചില്ലെങ്കിലും മരിച്ചൊന്നും പോകൂല. പക്ഷെ നിസ്കരിക്കാതെ കിടന്നുറങ്ങല്ലിട്ടു മോനെ എന്ന് പറയുന്നൊരു ഉമ്മ ഉണ്ടായിരിക്കണം വീട്ടില്. എന്റെ മോൻ നിസ്കരിച്ചോ എന്ന് ചോദിക്കണ വാപ്പുണ്ടായിരിക്കണം. പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് തളർന്ന് ഒന്ന് കിടന്നാ മതി എന്ന് വിചാരിച്ചു വരുമ്പോ ഉമ്മാനോട് ചോദിക്കുക, മോൻ നിസ്കരിച്ചോ അല്ലെ? പറയാൻ പറ്റണം, ആ മോൻ നിസ്കരിച്ചിട്ടുണ്ട് അല്ലേ? രാവിലെ മുതൽ വെയിൽ കൊണ്ട വാപ്പാന്റെ വിഷമൊക്കെ അങ്ങോട്ട് മാറും. അൽഹംദുലില്ലാ, എന്റെ മോൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ പരസ്പരം ഒന്ന് ചിന്തിക്കുന്നിടത്തും ശ്രദ്ധിക്കുന്നിടത്തും പരസ്പരം മക്കളെ വളർത്തുന്നിടത്ത് ഒക്കെ പ്രാർത്ഥനയുടെ മുന്നിടുന്നിടത്തും ഒക്കെ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഇടപെടണം. ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ എന്ത് കാണുന്നു എന്നത് ചിന്തിക്കുക. മക്കൾ സിനിമ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാല് എങ്ങനെ മക്കളെ വളർത്തും ഉസ്താദെ? സിനിമയൊക്കെ കാണാതെ എങ്ങനെ മക്കൾ ജീവിക്കുക? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ, സിനിമ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ സിനിമ കാണാതെ ജീവിക്കുമെന്ന് തീരുമാനിച്ചു നോക്കിയേ, എങ്കിലും പതുക്കെ വീട്ടിൽ അത് ഇല്ലാതെയാകും. യാതൊരു സംശയമില്ല. വീട്ടില് നിങ്ങൾ ആ സിനിമ ക്യാസറ്റിന് പകരം നല്ല നല്ല പ്രസംഗങ്ങൾ കിട്ടും യൂട്യൂബിലൊക്കെ. നല്ല പ്രസംഗങ്ങൾ ഒന്നിട്ടോക്കെ കുറച്ച് കേട്ടോക്കെ. ഒരു മഗ്‌രിബ് കഴിയുമ്പോ 1 മണിക്കൂർ ഒരു ക്ലാസ്സിന് കേട്ടോക്കെ. നല്ല മാറ്റം വീട്ടിലുണ്ടാകും, നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം അറിയോ? എന്ത് കേൾക്കുന്നു എന്നതാണ്. നമ്മുടെ വീട്ടിലെ വാപ്പയും ഉമ്മയും പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കണം. ചീത്ത പറയാൻ പാടില്ല, മോശപ്പെട്ട വാക്ക് പറയാൻ പാടില്ല, സംസ്കാരമില്ലാത്ത വാക്ക് പറയാൻ പാടില്ല. ശ്രദ്ധിക്കണം. അതിന്റെ ഭാര്യയില്ല ഞാൻ എന്തും പറയും ഇല്ല.
അതല്ല, എന്റെ ഭർത്താവല്ലേ, ഞാൻ എന്തോ അങ്ങനെയല്ല അല്ലേ. ഇതൊക്കെ മക്കളെ വിളിച്ചിങ്ങനെ ഉപദേശിക്കുമ്പോ മക്കൾ എന്ന് പറഞ്ഞ പേരെന്താണെന്നറിയോ? ഇതൊക്കെ തന്ത വൈബാണെന്ന. കുട്ടികൾ ഉപദേശിക്കുന്ന ആളുകളെ കുറിച്ച്, അവരുടെ രീതിയെ കുറിച്ച് മക്കൾ എന്ന് കളിയാക്കി പറയുന്നത് ഇതൊക്കെ തന്ത വൈബാ, ഉപദേശം ഒരു തന്ത വൈബാ. ഇങ്ങനെയുള്ള ക്ലാസ്സിനെ കുറിച്ചൊക്കെ മക്കൾക്കിടയിലുള്ള ഒരു വർത്താനം എന്താ? ഇതൊക്കെ തന്ത വൈബാ. ഈ വൈബൊക്കെ പോകുന്ന ഒരു കാലം വരാനുണ്ട്. ഇതൊക്കെ ഏത് സമയത്ത് അവസാനിക്കും? അതുകൊണ്ട് എന്ത് കേൾക്കുന്നു എന്നത് ചിന്തിക്കണം. എന്ത് കേൾക്കുന്നു? മൂന്നാമത്തെ എന്താണെന്നറിയോ? എന്ത് കളിക്കുന്നു? നമ്മുടെ മക്കൾ എന്ത് കളിക്കുന്നു എന്ന് പറയാ ഉമ്മമാര്. മൊബൈലിന്റെ മുമ്പിലാ. പരാതിയില്ലാത്ത ഉമ്മമാരുണ്ട് ഇവിടെ. എന്റെ പിള്ള എപ്പോഴും മൊബൈലിന്റെ മുമ്പിലാ. എന്നാ ചോദിക്കട്ടെ, ഈ മൊബൈൽ വാങ്ങി വെച്ചാൽ എന്റെ കുട്ടിക്ക് കളിക്കാൻ വീട്ടിലെത്തുന്നുണ്ട്? ഈ ചോദ്യത്തിന് ഇവിടെ ഇരിക്കുന്ന പാരന്റ്സ് ഉത്തരം പറഞ്ഞേ. ഈ മൊബൈൽ വാങ്ങി വെച്ചാൽ എന്റെ കുട്ടിക്ക് കളിക്കാൻ എന്തുണ്ട്? അതിനൊരു ഉത്തരം കിട്ടണം. സംസ്കാര മൂല്യമുള്ള കൂട്ടുകാരെ ഉണ്ടാക്കി കൊടുക്കണം. അതിനെന്താ ചെയ്യണ്ടേ? ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. സ്റ്റുഡൻസിന്റെ നല്ല സ്റ്റുഡൻസ് വിങ്ങൊക്കെ ഉണ്ട്. അവരുടെ ഒപ്പം ഇങ്ങനെ മക്കളെ പറഞ്ഞു വിടണം. സിആറുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോ, മക്കൾക്ക് വേണ്ടി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോ മക്കളെ പറഞ്ഞു വിടണം. നല്ല കൂട്ടുകെട്ട് കിട്ടും. നല്ല കൂട്ടുകെട്ടിൽ നിന്നാണ് നല്ല സംസ്കാരം ഉണ്ടാകുന്നത്. നല്ല കുട്ടികളുടെ ഒപ്പം പറഞ്ഞു വിടണം. നല്ല ആളുകളുടെ കൂടെ പറഞ്ഞു വിടണം. നല്ല കാര്യങ്ങൾക്ക് പറഞ്ഞു വിടണം. പള്ളിയിലേക്ക് കൈപിടിച്ച് മക്കളെ കൊണ്ടുപോകണം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും? അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. പരിഹാരങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. ഒന്നാമത്തെ പരിഹാരം എന്താണെന്നറിയോ? ചെറുപ്പം മുതലേ ബോധവൽക്കരിക്കണം. 2, മതവിദ്യാഭ്യാസം കൃത്യമായി നൽകണം. പല കുട്ടികളും മദ്രസയിൽ നിന്ന് ലീവ് എടുക്കണം. എന്താണെന്നറിയോ? 8ാം ക്ലാസ്സിലായി സ്കൂളിൽ. 8ാം ക്ലാസ്സിലായി സ്കൂളിൽ, അതുകൊണ്ട് 5ാം ക്ലാസ്സിൽ വെച്ച് മദ്രസ നിർത്തി. അതെങ്ങനെ പറ്റുക? മയ്യത്ത് നിസ്കരിക്കണ പോലും കുട്ടി പഠിച്ചിട്ടില്ല. 5ാം ക്ലാസ്സിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി. സ്കൂളിൽ 10ാം ക്ലാസ്സിലാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അന്ന് ചോദിക്കൂലട്ടോ, അല്ല മോളെ എന്തിനാ എഞ്ചിനീയർ ആക്കിയില്ലേന്ന് അന്ന് ചോദിക്കൂല. മോളെ ഡോക്ടർ ആക്കിയില്ലേന്ന് അന്ന് ചോദിക്കൂല. അന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ മോൾക്ക് ദീൻ പഠിപ്പിക്കാതിരുന്നേ, മോനെന്ത് ദീൻ പറഞ്ഞു കൊടുക്കാതിരുന്നേ എന്നൊരു ചോദ്യം ചോദിക്കും. എന്ത് മറുപടി പറയും? അതുകൊണ്ട് ദീനിപരമായിട്ടുള്ള ചിന്തകൾ, ആ പഠനങ്ങൾ മക്കളിൽ എപ്പോഴും ഉണ്ടാക്കണം. ഹറാമുകൾ, ഹലാലുകൾ അത് കേൾക്കുന്നതും കാണുന്നതും ഒഴിവാക്കണം. അത് കൃത്യമായി ഒഴിവാക്കണം. 4ാമത്തെ കാര്യം എന്താണെന്നറിയോ? ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ്. ആ പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എൻ്റെ മക്കളെ എനിക്ക് കൺകുളിർമയുള്ളവരാക്കി നീ നൽകണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി നന്നായി നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളിൽ കാണുന്ന ചെറിയ ഏതെങ്കിലും ക്രമക്കേടൊക്കെ അവരെ വിളിച്ച് ഉപദേശിക്കണം. തെറ്റ് വരുമ്പോഴല്ല ഉപദേശിക്കേണ്ടത്, തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഉപദേശിക്കേണ്ടത്. ഒരു കുറ്റം അവരിൽ കാണുമ്പോഴല്ല ഉപദേശിക്കേണ്ടത്. വെറുതെ നടക്കുമല്ലോ. കല്യാണത്തിന് പോകണം, ഞായറാഴ്ചകളില് വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാർ എടുത്ത് ഇറങ്ങുമ്പോ മക്കൾക്ക് ഭയങ്കര സന്തോഷം, ഉമ്മാക്ക് ഭയങ്കര സന്തോഷം, ബാപ്പാക്ക് ഭയങ്കര സന്തോഷം. ഈ പോക്കിനിടയിൽ എന്ത് ചെയ്യണം? മക്കൾ ഉപദേശിക്കണം. ഇങ്ങനെ ആവരുതട്ടോ, ഇങ്ങനെ ആവരുത്. ഒരു വാപ്പ എന്നോട് പറഞ്ഞത്, രാത്രി ഞങ്ങൾ ഒരു സ്ഥലം പോയി കഴിഞ്ഞു പോയപ്പോ 10 മണിയായി. തിരിച്ചു വന്നപ്പോ അങ്ങാടിയിൽ കുറെ യുവാക്കൾ ഇങ്ങനെ കൂടിയിരുന്ന് ചായ കുടിക്കുക. ചായക്കടയൊക്കെ രാത്രിയാണല്ലോ അല്ലെ? അതാണ് ഇപ്പോഴത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. പാതിരാത്രി പോയി ചായ കുടിക്കുക, 12 മണിക്ക് ചായ കുടിക്കുക. അതാണ് മാത്രല്ലട്ടോ, നിങ്ങളുടെ പെൺകുട്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. കണ്ണെത്താ ദൂരത്തേക്ക് വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുവിടണ്ട. നമ്മൾ കാണുന്ന വേദനയോടെയാ. പല ആളിന്റെ കൂടെയും പെണ്ണുണ്ട്. എപ്പോഴാ?
ദിവസം കൊല്ലത്ത് പ്രോഗ്രാം കഴിഞ്ഞ് ട്രെയിൻ ഇറങ്ങി 1 മണിക്ക് ആലുവയില് ഒരു വെള്ളം കുടിക്കാൻ കയറിയപ്പോ അവിടെ ഒരു പെൺകുട്ടി അവളെക്കാൾ വലിയ സിഗരറ്റ് വായിൽ വെച്ചിട്ട് വലിക്കുക. ആ വലിക്ക ഒരു കുഴപ്പമില്ല. 1 മണിക്ക് അവളുടെ കൂടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. 1 മണിക്കുള്ള ബോയ് ഫ്രണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒപ്പം നടക്ക, കഥ പറയാ. അങ്ങനെ പോകുമ്പോ വേറൊരിടത്ത് കുറെ പെൺകുട്ടികളുണ്ട്. രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്ക. ആ ഒരു പെണ്ണിന് 4 ആണുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാത്ത വൈബിലാവർ. ഈ വൈബൊക്കെ അപകടത്തിന്റെ വൈബാ. ഈ വൈബൊക്കെ തീരുന്നൊരു സമയമുണ്ട്. നഷ്ടബോധം തോന്നുന്നൊരു സമയം വരാനുണ്ട്. നമ്മുടെ മക്കൾ അങ്ങനെ ആയി പോകാൻ പാടില്ല. അതിന് ചിട്ടയുള്ള ജീവിതം കുടുംബത്തിൽ നിന്ന് കിട്ടണം. കുടുംബത്തിൽ നിന്ന് കിട്ടണം. മക്കള് തെറ്റ് ചെയ്ത അപ്പ വാപ്പാനും ഓർക്കും നാട്ടുകാര് ഇല്ലേ? ആ ഓർക്കും. ആ നല്ല വണ്ടിയൊക്കെ എടുത്ത് പടക്കം പൊട്ടിച്ച് റോട്ടിൽ കൂടി പോകുമ്പോ നമ്മളെന്താ ചോദിക്കാ, ഇത് ഏത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോലെന്നാവോ അല്ലേ? കുടുംബക്കാരും ഓർക്കും. എന്തേ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടതിന്റെ ഗുണം എന്നാ പറയാ. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കള് സംസ്കാരമുള്ള മൂല്യങ്ങൾ പഠിച്ചു പോകണം. നമ്മുടെ ആൺകുട്ടി വിവാഹം കഴിച്ചപ്പോ ആ പെൺകുട്ടിയെ കുറിച്ചൊരു ചിന്ത ഉണ്ടായിരുന്നു, നല്ല പെണ്ണായിരിക്കണം എന്ന്. എന്നാൽ നമ്മുടെ പെൺകുട്ടിയെ വേറൊരു വീട്ടിലേക്ക് വിടുമ്പോ എന്റെ മോളും നല്ല പെണ്ണാകണ്ടേ, എന്റെ മോളും നല്ലവളാകണ്ടേ ചിന്തിക്കണം. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുക, കാര്യങ്ങളെ കൂടുതൽ അറിയുക. ലഹരി വീട്ടിലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് വാപ്പമാര് എന്ത് ചെയ്യുക, നല്ല ആലിംഗനം കൊടുക്കുക, ഉമ്മ മുത്തം കൊടുക്കുക ഒക്കെ ശീലിപ്പിച്ചു നോക്കിയേ. ഒരു സിഗരറ്റ് വലിച്ച് മോൻ വീട്ടിലേക്ക് വരില്ല. അങ്ങനെ എല്ലാ ദിവസവും വന്ന ഉമ്മ കൊടുക്കുന്ന ഉമ്മാന്റെ അടുക്കൽ സിഗരറ്റ് വലിച്ചൊരു പൊന്നുമോൻ വരോ? ടാമ്പരാഗ് കഴിച്ചിട്ട് വരോ? വേണ്ടാത്ത എന്തെങ്കിലും വായിലിട്ടിട്ട് വരോ? ഇല്ല. ആ ഉമ്മ പറയാ, മോനെ താക്കോൽ അവിടെ വെച്ചിട്ടുണ്ട്, മോൻ വരുമ്പോ താക്കോലെടുത്ത് കിടന്നുറങ്ങിക്കൊട്ടോന്ന എന്ന് പറയണേ. ഉമ്മക്ക് നേരില്ല മക്കൾ എപ്പോഴാ വരണേന്ന് നോക്കാൻ. ഈ വീടുകളിലെ അപകടം ഉണ്ടാകണേ. അതുകൊണ്ട് മുത്തം കൊടുത്തു ചേർത്ത് പിടിച്ചു ചേർത്ത് നിർത്തിയും മക്കളെ വളർത്താൻ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ വളർത്തട്ടെ. നല്ല കൺകുളിർമയുള്ള മക്കളായി അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ തീർക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ള മക്കൾക്ക് അള്ളാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നാടിന് ഗുണമുള്ള ധർമ്മം കൊതിക്കുന്ന നല്ല പുതുതലമുറയെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. നന്ദി പറയുന്നതിന് വേണ്ടി സ്റ്റുഡൻസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ദിശാബോധത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തു തന്ന ബഹുമാന്യനായ അബ്ദുള്ള സ്വലാഹിക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീട്ടിൽ സൗകര്യം നൽകി തന്ന ഇവിടുത്തെ കുടുംബത്തിന് നന്ദിയും, അതുപോലെ തന്നെ അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കി കൊടുക്കട്ടെ എന്നും അവർക്ക് അള്ളാഹു ദീനിന്റെ വെളിച്ചത്തിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.